ശ്രീമുഖി ഭഗവത്പാദം ഭാഷ്യം. ജ്ഞാനേന വിരുദ്ധത്വം ച സകർമ്മണം അവോചാമ ഇതവിരുദ്ധം ജ്ഞാനം കർമ്മഭി തദ്ദേവലോകപ്രാപ്തി നിമിത്തം ഇത്യുക്തം വിദ്യയാ ദേവലോക ഇതി ശ്രുതേഹി. ജ്ഞാനേന വിരുദ്ധത്വം ച സകർമ്മണം അവോചാമ. പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജ്ഞാനവും കർമ്മവും സമുച്ചയിക്കാൻ സാധ്യമല്ല. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത് അവിരുദ്ധം ജ്ഞാനം. ഇനി കർമ്മവുമായിട്ട് വിരോധമില്ലാത്ത ജ്ഞാനമുണ്ട്, അതാണ് ഉപാസന. അവിരുദ്ധ ജ്ഞാനം എന്ന് പറയുന്നു. ഉപാസനയെ സമുച്ചയിക്കാം. കർമ്മഭി തദ്ദേവലോകപ്രാപ്തി നിമിത്തം, അത് ദേവലോകപ്രാപ്തിക്ക് നിമിത്തമാണ്. എന്ന് പറഞ്ഞു, വിദ്യ ദേവലോക ഹൈതി ശ്രുതേഹി. വിദ്യ ഉപാസന, വിദ്യ ഉപാസന കൊണ്ട് ദേവലോകപ്രാപ്തി. അതുകൊണ്ട് ജ്ഞാനകർമ്മ സമുച്ചയത്തെ അംഗീകരിക്കുന്നില്ല, പക്ഷെ ഉപാസന കർമ്മ സമുച്ചയത്തെ അംഗീകരിക്കുന്നു. കിഞ്ച അന്യ കൽപ്പിത ഫലേ നിത്യാനാം കർമ്മണ ശ്രുതാനാം യത് കർമ്മഭിർവിരുദ്ധ്യതേ ദ്രവ്യഗുണകർമ്മണ കാര്യമേവ ന ഭവതി കിം തത് കൽപ്പിത. നിത്യാനാം കർമ്മണ, നിത്യകർമ്മങ്ങളെക്കുറിച്ച് ഇവിടെ ശ്രുതി പറയുന്നു. അവിടെ യത് കർമ്മഭിർ വിരുദ്ധ്യതേ, കർമ്മങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളത് ഏത് ആണോ ഉത്പത്യാദി രഹിതമായ ഒന്ന്, ദ്രവ്യഗുണകർമ്മണ കാര്യമേവ ഭവതി, അത് ദ്രവ്യഗുണകർമ്മങ്ങളുടെ കാര്യമാകത്തില്ല, അതാണ് കൽപ്പിക്കേണ്ടത്. നിത്യകർമ്മങ്ങൾക്ക് മോക്ഷഫലത്തെ കൽപ്പിക്കാമോ എന്നാണ്. അത് സാധ്യമല്ല. അത് സാധ്യമല്ല. യസ്മിൻ കർമ്മണ സാമർഥ്യമേവ ദൃഷ്ടം. എന്തുകൊണ്ട്? അങ്ങനെ ഒരു മോക്ഷത്തിൽ, മോക്ഷം എന്ന് പറയുന്നൊരു ഫലത്തിൽ കർമ്മത്തിന് സാമർഥ്യമേ ഇല്ല. നിത്യകർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, പക്ഷെ അതിന്റെ ഫലമായി മോക്ഷത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. കർമ്മത്തിന് അതിനുള്ള സാമർഥ്യമില്ല. കിംവാ യസ്മിൻ ദുഷ്ടം സാമർഥ്യം തച്ച കർമ്മണ ഫലം അവിരുദ്ധം കൽപ്പിക്കണം. അതുകൊണ്ട് കർമ്മത്തിനൊരു ഫലത്തെ കൽപ്പിക്കുകയാണെങ്കിൽ അത് അതുമായിട്ട് വിരോധം വരാതായിരിക്കണം. അങ്ങനെ ഉത്പത്തി ആദിരൂപത്തിലുള്ള ഉത്പാദ്യം ആപ്യം എന്നെല്ലാം നമുക്ക് പറഞ്ഞ ആ തരത്തിലുള്ള
ഫലത്തെ കർമ്മത്തിൽ സ്വീകരിക്കാൻ കഴിയൂ. കർമ്മവുമായി വിരുദ്ധമല്ലാത്ത ഒരു ഫലത്തെ കർമ്മത്തിന്റെ ഫലമായി സ്വീകരിക്കും. കർമ്മവുമായി അത്യന്തം വിരുദ്ധമായ മോക്ഷം, നിത്യമുക്തി, അതിനെ കർമ്മത്തിന്റെ ഫലമായി സ്വീകരിക്കാൻ സാധ്യമല്ല. പുരുഷപ്രവൃത്തി ജനനായ അവശ്യം ചെയ്ത് കർമ്മഫലം കൽപ്പയിതുവ്യം. നിത്യകർമ്മമായാലും ശരി, അവിടെ ഒരു ഫലത്തെ സ്വീകരിച്ചേ മതിയാകും. കാരണം ഫലത്തിനോടുള്ള ആഗ്രഹം ഇല്ലാതെ മനുഷ്യൻ പ്രവർത്തിക്കത്തില്ല. എന്തെങ്കിലും ഒരു ഫലത്തെ അവിടെ കൽപ്പിക്കണം. കർമ്മ അവിരുദ്ധ വിഷയവ ശ്രുതാർത്ഥേ പ്രത്യേക ക്ഷീണത്വ നിത്യമോക്ഷ ഫലം കൽപ്പയിതും ന ശക്യ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വജിത് ന്യായം അതനുസരിച്ച് അവിടെ മോക്ഷത്തെ കൽപ്പിക്കാമെന്ന്. അത് കർമ്മവുമായി വിരുദ്ധമില്ലാത്ത കർമ്മഫലങ്ങളെ, വിശുദ്ധ യാഗത്തിനും മറ്റുമൊക്കെയാണ് അങ്ങനെ സ്വർഗത്തെ കൽപ്പിക്കുന്നത്. കർമ്മ അവിരുദ്ധ വിഷയമാണ്, അവിടെ അത് പ്രവർത്തിച്ചോളും. അതുകൊണ്ട് നിത്യമായ മോക്ഷം അതിനെ കൽപ്പിക്കാൻ സാധ്യമല്ല. ഫലം കൽപ്പയിതും ന ശക്യ തദ് വ്യവധാന അജ്ഞാന നിവൃത്തിർവ. മോക്ഷത്തിന് വ്യവധാനം, മോക്ഷത്തിനെ മറയ്ക്കുന്നതായ അജ്ഞാനം, അതിന്റെ നിവൃത്തി, അതും ഒരു തരത്തിലുള്ള കർമ്മം കൊണ്ട് അത് സമർത്ഥിക്കാൻ സാധ്യമല്ല. ഇത് ആവർത്തിച്ച് പറയുന്നത് വൈദികന്മാരങ്ങനെ സ്വീകരിച്ചിരുന്നു. നിത്യകർമാനുഷ്ഠാനം, അതിലൂടെ മോക്ഷം. സാധാരണ വൈദികന്മാരിലെ ഇന്നും ആൾക്കാർ പറയും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, സത്പ്രവൃത്തികൾ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും, മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നൊക്കെ പൊതുവായി പറയും. അപ്പോൾ അത് അവിടെ എന്താണ് മോക്ഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കർമ്മവും ആ മോക്ഷമായിട്ട് എന്താ ബന്ധം? ഇതൊന്നും ചിന്തിക്കാതെ സാമാന്യമായി പറയും, സത്പ്രവൃത്തി ചെയ്താൽ മോക്ഷം ഉണ്ടാകും. അതുപോലെ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഇവിടെ പറയുന്ന തരത്തിലുള്ള മോക്ഷം ഉണ്ടാകത്തില്ല. എന്താണ്? അജ്ഞാന നിവൃത്തി രൂപത്തിലുള്ള ആ മോക്ഷം അതുണ്ടാകത്തില്ല. അവിരുദ്ധത്വ ദുഷ്ട സാമർത്ഥ്യ വിഷയത്വ. അവിരുദ്ധമാണ് കർമ്മം. അജ്ഞാന നിവൃത്തി, കർമ്മവും അജ്ഞാനമായിട്ട് വിരോധമൊന്നുമില്ല. അജ്ഞാനമാണ് കർമ്മത്തിന് കാരണമായിരിക്കുന്നത്. പിന്നെ കർമ്മത്തിന്റെ ഫലം അത് പ്രത്യക്ഷമാണ്. കർമ്മവും അജ്ഞാനവും തമ്മിൽ വിരോധമില്ല. പിന്നെ ദുഷ്ടസാമർഥ്യമാണ്. കർമ്മത്തിന്റെ സാമർഥ്യം ദുഷ്ടമാണ്. ഉത്പാദ്യം, ആപ്യം, വികാര്യം തുടങ്ങിയ സാമർഥ്യം അത് ദുഷ്ടമാണ്. ഒരു തരത്തിലും കർമ്മം കൊണ്ട് സാധ്യമല്ല. അത് ഏത് കർമ്മമായാലും അതുകൊണ്ട് പ്രയോജനമില്ല. മോക്ഷം അതുകൊണ്ട് സാധ്യമല്ല. പാരിശേഷ്യ ന്യായ മോക്ഷേവ കൽപ്പയിതവ്യം. വേദവാക്യങ്ങളെ ആധാരമാക്കിയാണ് ചിന്തിക്കുന്നത്. വേദത്തിൽ കർമ്മത്തെക്കുറിച്ച് പറയുന്നു, ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ കർമ്മം കൊണ്ട് എന്ത് ഫലമാണ്? ഇനി മോക്ഷം എന്ന് പറയുന്നൊരു ഫലം സാധ്യമാകും? ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഓരോ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കുക. അതിലൊന്നാണ് പാരിശേഷ്യ ന്യായം. അതനുസരിച്ച് കൽപ്പിക്കാമെന്ന് വന്നാലോ? എന്താണ് പരിശേഷ ന്യായം എന്ന് പറയുന്നു സർവേഷാം ഹി കർമ്മണം സർവം ഫലം. ധാരാളം കർമ്മങ്ങളുണ്ട്, ധാരാളം ഫലങ്ങളുമുണ്ട്. കർമ്മങ്ങളെ സംബന്ധിച്ച് ഇത്രയാണെന്നോ ഫലത്തെ സംബന്ധിച്ച് ഇത്രയാണെന്നോ നിശ്ചയിക്കാൻ വയ്യ. സ്വർഗം മുതൽ ഇങ്ങോട്ട് വന്ന്
നിസ്സാരമായ കാര്യങ്ങളെപ്പോലും ഫലമായി പറയുന്നുണ്ട്. കാഴ്ചശക്തി ഉണ്ടാകുക, ശ്രവണശക്തി ഉണ്ടാകുക, ആയുസ്സുണ്ടാകുക, ഇങ്ങനെ പലതരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. കർമ്മങ്ങൾ ധാരാളമാണ്, ഫലവും ധാരാളമാണ്. എന്നുവെച്ചാൽ അന്യത് ഇതര കർമ്മ ഫലവ്യതിരികേണ ഫലം കൽപ്പനായോഗ്യമസ്തി. അപ്പോൾ ഈ കർമ്മഫലത്തിൽ നിന്ന് അന്യമായി ഇവിടെ കൽപ്പനായോഗ്യമായ ഒന്ന് കൽപ്പിക്കാനൊന്നും തന്നെ ഇല്ല. ഏത് കൽപ്പിച്ചാലും അത് കർമ്മഫലത്തിൽ അന്തർഭവിച്ചു. പിന്നെ എന്താണ് കർമ്മഫലമല്ലാതെ വരുന്നത്? പരിശിഷ്ട മോക്ഷം. അതാണ് പരിശേഷം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിന് ഈ കർമ്മഫലത്തിലൊന്നും ഉൾപ്പെടുന്നില്ല. സച്ച ഇഷ്ടോ വേദവിധാം ഫലം, അത് വൈദികന്മാർക്ക് ഫലമായി സ്വീകരിക്കാം. അങ്ങനെ വരുമ്പോൾ കർമ്മങ്ങൾ പറഞ്ഞിടത്തെല്ലാം ഫലവും പറഞ്ഞു, നിത്യകർമ്മങ്ങൾക്ക് ഫലം പറഞ്ഞില്ല. ശേഷിക്കുന്ന എന്താണ്? മോക്ഷം. അതവിടെ കൽപ്പിക്കുക. അതാണ് പരിശേഷന്യായം. തസ്മ സൈവ കൽപ്പയിതവ്യ, അതുകൊണ്ട് അത് കൽപ്പിക്കുക എന്നാണെങ്കിലും ഒന്ന കർമ്മഫല വ്യക്തിനാം ആനന്ദ്യ പരിശേഷ്യന്യായ അനുപത്തേഹി. അതായത് പരിശേഷന്യായം ഇവിടെ വരുന്നത് എന്തെങ്കിലും ഒന്ന് ശേഷിക്കുന്നിടത്തേ ഉള്ളൂ ഫലമായിട്ട്. ഇവിടെ കർമ്മത്തിന്റെ ഫലം ആദ്യം നിർണ്ണയിക്കണം എത്രയാണെന്ന്. അത് അനന്തമാണ്. അനന്തത്തിനപ്പുറം ശേഷിക്കുന്നൊന്നും പറയാനില്ല. കർമ്മഫലം എന്തെന്ന് ഇത്ര എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്തിടത്തോളം കാലം കർമ്മഫലം അല്ലാത്ത ഒന്നും എന്തൊരു ഫലത്തെ നിർണ്ണയിക്കാൻ കഴിയത്തില്ല. നഹി പുരുഷേച്ഛാ വിഷയാണാം കർമ്മഫലാനാം യഥാവത്വം നാമ കേനചി സർവജ്ഞാനവധൃതം. കർമ്മഫലം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ ആഗ്രഹിക്കുന്നു. കർമ്മത്തിലൂടെ മനുഷ്യൻ എന്തും ആഗ്രഹിക്കാം. പ്രവൃത്തിയിലൂടെ അവൻ എന്ത് വേണം ആഗ്രഹിക്കാം. അപ്പൊ അതിനൊരളവില്ല. ഇത്രയാണ് അവന്റെ ആഗ്രഹ വിഷയമായിരിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. അതിനെന്തെങ്കിലും നിയന്ത്രണമുണ്ട്. മനുഷ്യന്റെ ആഗ്രഹത്തെ ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിയും. ആഗ്രഹ വിഷയമാകുന്ന ആ ഫലത്തിന് യത്ത് എന്ന് വെച്ചാൽ അതിനളവില്ല. അത് ഇനി അങ്ങനെ വല്ലതും വേണമെങ്കിൽ ഒരു സർവജ്ഞൻ വേണം, സർവം അറിയുന്ന ഒരാൾ വേണം. അല്ലാതെ ആർക്കും അത് സാധ്യമല്ല. തസാധനാനാം വാ പുരുഷ ഇച്ഛാനാം വാ അനിയത ദേശകാല നിമിത്തത്വ പുരുഷേച്ഛാ വിഷയ സാധനാനാം ച പുരുഷ ഇഷ്ടഫല പ്രയുക്തത്വ. അതുകൊണ്ട് തന്നെ അതിനുള്ള ഉപായങ്ങൾ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അനന്തമാണ്. ആഗ്രഹങ്ങളെ പ്രാപിക്കുന്നുള്ള ഉപായങ്ങളും ഇവിടെ അതുപോലെ അനന്തമാണ്. അതിന് നിശ്ചിതമായ ദേശകാല നിമിത്തങ്ങൾ പറയാൻ വയ്യ. കാരണം ഇതെല്ലാം അനന്തമായതുകൊണ്ട് ദേശകാലങ്ങളും അനന്തമായിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊന്നും നിശ്ചയിക്കാൻ കഴിയില്ല. ഇത്രമാത്രം കർമ്മം, ഇത്രമാത്രം ഫലം, അതിനപ്പുറമുള്ള മോക്ഷം, അങ്ങനെയൊന്നും തീരുമാനിക്കാൻ കഴിയത്തില്ല. ആദ്യം അത് തീരുമാനിക്കുക, കർമ്മഫലങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് ഈ ഫലം എന്ന് പറയുന്നവന്റെ ആഗ്രഹത്താൽ പ്രേരിതമായാണ് ഫലം വരുന്നത്. ആഗ്രഹത്താൽ പ്രേരിതമായി കർമ്മം കൊണ്ട് ഫലം ഇതിങ്ങനെ അനന്തമാണ്. കർമ്മത്തിന്റെയും ഫലത്തിന്റെയും ലോകം. അത് തീരുമാനിച്ചിട്ട് പിന്നെ അതിനപ്പുറമുള്ള മോക്ഷത്തിലേക്ക് പോകാം. അതൊന്നും സാധ്യമല്ല. പ്രതിപ്രാണിച്ച ഇച്ഛാവൈചിത്ര ഫലാനാം സാധനാനും ആനന്ദസിദ്ധി. അതുകൊണ്ട് ഓരോ പ്രാണിയെയും എടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രാണികളുടെയും ആഗ്രഹം എന്നുവെച്ചാൽ ഓരോ ജീവന്റെയും ആഗ്രഹം പലതാണ്, ഒന്നല്ല. അപ്പോൾ ആഗ്രഹിക്കുന്നതാണ് ഫലമെന്ന് പറയുന്നത്. ആഗ്രഹത്തിനൊരു വിഷയം വേണമല്ലോ. ഒരാൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു, ഒരാൾ ആരോഗ്യത്തെ ആഗ്രഹിക്കുന്നു, ഒരാൾ ആയുസ്സിനെ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പോകുന്നു അനന്തമായി. അനന്തമായി ആഗ്രഹങ്ങൾ പോകുന്നതുകൊണ്ട് തദ്ഫലാനാം സാധനാനാം ആനന്ദസിദ്ധി തത് ആനന്ദ്യാച്ച അസഖ്യം ഏതാവത്വം പുരുഷേറിഞ്ഞാകുന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് കർമ്മഫലം എന്ന് നിശ്ചയിക്കാൻ പറ്റുന്നത്. നമുക്ക് എന്താണ് കർമ്മഫലം എന്ന് ചിന്തിക്കാൻ പോയാൽ ഒരവസാനം വേർതിരിച്ചറിയാൻ കഴിയത്തില്ല. അനന്തമാണ്.
അടുത്ത നിമിഷത്തിൽ വരുന്ന ഓരോന്നും ഫലരൂപത്തിൽ വരികയാണ്. ഇവിടെ ഇരിക്കുന്നു, ഇതൊരു കർമ്മഫലമാണ്. സംസാരിക്കുന്നു, അതൊരു കർമ്മഫലമാണ്. ഒരാൾ കേൾക്കുന്നു, അതൊരു കർമ്മഫലമാണ്. ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നു, അതൊരു കർമ്മഫലമാണ്. നടക്കുന്നു, കർമ്മഫലമാണ്. അടുത്ത സ്ഥലത്ത് പോകുന്നു. ഏതാ? ഇതെങ്ങനെ തീരുമാനിക്കും? ഇതാനന്ദമാണ്. തദാനന്ദേച്ച അശക്യമേതാകത്വം പുരുഷേരജ്ഞാതം. ഇനി ഇത് അറിയാമെങ്കിൽ സർവജ്ഞനായ ഈശ്വരൻ അറിയാം, അല്ലാതെ ജീവനതൊരിക്കലും അറിയാൻ കഴിയില്ല. അജ്ഞാതിച്ച സാധനഫല ഏതാവത്വേ കഥം മോക്ഷസ്യ പരിശേഷസിദ്ധി. അപ്പോൾ സാധനഫലം ഇത്രയാണ്, കർമ്മങ്ങൾ ഇത്രയാണ് ഫലം, ഇതൊന്നും നിർണയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിനപ്പുറം ഒരു മോക്ഷം അതും നിശ്ചയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിത്യകർമ്മഫലമായി മോക്ഷത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. കർമ്മഫല ജാതി പരിശേഷ്യം പറയുന്നു. അത് ശരിയാണ്. ഓരോ കർമ്മം, ഓരോ ഫലം എന്നിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അനന്തമാണ്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുക. കർമ്മങ്ങളെല്ലാം ചേർന്ന ഒരു കർമ്മം, ഫലങ്ങളെല്ലാം ചേർന്ന ഒരു ഫലം, അതിൽ നിന്ന് ഭിന്നമായത് മോക്ഷം. അങ്ങനെ എടുത്താലോ അതാണ് കർമ്മഫല ജാതി എന്ന് പറയുന്നത്. ജാതീയ സമൂഹത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യവിച്ഛാവിഷയാണാം തസാധനാനാം ചാനന്തി കർമ്മഫല ജാതിത്വം നാമ സർവേഷാം തുല്യം എന്ന് വിശദീകരിക്കുകയാണ്. ആഗ്രഹ വിഷയങ്ങൾ, അത് ഫലം, അതിന്റെ ഉപായങ്ങൾ, ഇതെല്ലാം അനന്തമാണ്. എങ്കിലും കർമ്മം ഫലം എന്നതിനെ രണ്ടായി പിരിക്കാമല്ലോ. അത് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. മോക്ഷസ്തു അകർമ്മഫലത്വ പരിശിഷ്ട. മോക്ഷം കർമ്മഫലമല്ലാതെ ശേഷിക്കുന്നു എന്നാണെങ്കിലോ തസ്മാ പരിശേഷ സയവയുക്ത കൽപ്പയുന്നു. അത് ശേഷിച്ചു, അത് നിത്യകർമ്മഫലമായി സ്വീകരിക്കുക. തസ്യാവി നിത്യകർമ്മഫലത്വഭ്യൂമേ കർമ്മഫല സമാന ജാതീയത്വഭൂത്തെ പരിശേഷാനുഭൂതി പറയുന്നു. അതിനെയും കർമ്മഫലമായി സ്വീകരിച്ചാൽ മോക്ഷത്തെയും, അതും ഈ ഗ്രൂപ്പിൽപ്പെടും, ഫലത്തിന്റെ ഗ്രൂപ്പിൽപ്പെടും. നിത്യകർമ്മം കർമ്മത്തിന്റെ ഗ്രൂപ്പിൽപ്പെടും. അവിടെയും അത് ശേഷിക്കത്തില്ല. പരിശേഷം അവിടെയും സിദ്ധിക്കത്തില്ല. കർമ്മഫല സമാന ജാതീയത്വം, നിത്യകർമ്മം കർമ്മജാതിയായി, അതിന്റെ ഫലം ഫലജാതിയായി. അപ്പോൾ വീണ്ടും അത് ആ ഗ്രൂപ്പിൽപ്പെട്ടു. ഒരു തരത്തിലും കർമ്മഫലങ്ങളിൽ നിന്ന് മോക്ഷത്തെ വേറെ ആക്കാൻ കഴിയത്തില്ല. തസ്മാതന്യഥാനുഭവത്തെ ക്ഷീണാശ്രിതാർത്ഥാപത്തി. അതുകൊണ്ട് വിശ്വജിത് ന്യായം നേരത്തെ പറഞ്ഞു, അതനുസരിച്ച് ഈ നിത്യകർമ്മങ്ങളുടെ ഫലം മോക്ഷമെന്ന് കൽപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. അതൊന്നും ശരിയാകത്തില്ല. അത് നിരസിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഉത്പത്യാപ്തി വികാര സംസ്കാരാണ് അന്യതമോപി നിത്യാന കർമ്മണാം ഫലം ഉപദ്ധ്യത ഇത് ക്ഷീണാശ്രിത അർത്ഥാപത്തി. ഓരോന്നും പറഞ്ഞ് ഭാഷ്യകാരൻ തന്നെ വിശദീകരിക്കുകയാണ്. നിത്യകർമ്മങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്തെങ്കിലും ഉത്പത്തി, ആപ്തി, വികാരം, സംസ്കാരം, ഏതെങ്കിലും സ്വീകരിക്കും. ക്ഷീണാശ്രിതാർത്ഥാപത്തി. അതുകൊണ്ട് ഇതൊന്നുമല്ല മോക്ഷം എന്ന് കൽപ്പിക്കാൻ പാടില്ല ഒരു തരത്തിലുള്ള അഭ്യാസം കൊണ്ട്. ഇത് വൈദികന്മാരോട് പറയുകയാണ്, വേദവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിലും ഇതിന്റെ താല്പര്യം ഇതാണ്. ഒരു തരത്തിലുള്ള അഭ്യാസം കൊണ്ട്, അത് കായികമോ മാനസികമോ വാചികമോമായ ഒന്നുകൊണ്ടും ഈ പറയുന്ന നിത്യസിദ്ധമായ മോക്ഷം സിദ്ധിക്കത്തില്ല. ചതുർണ അന്യതമേവ മോക്ഷം. ശരി, എന്നാ പോട്ടെ, ഉത്പത്തിയാദികൾ എന്തെങ്കിലുമാണ് മോക്ഷമെങ്കിലോ താവത് ഉത്പാദ്യോ നിത്യത്വ. മോക്ഷം ഉത്പാദ്യമല്ല. എന്തുകൊണ്ട്? നിത്യമായതുകൊണ്ട്. അതേവ അവികാര്യവും അസംസ്കാര്യ. നിത്യമായതുകൊണ്ട് തന്നെ അത് വികാര്യമല്ല, സംസ്കാര്യവുമല്ല. അതേവ അസാധനദ്രവ്യാത്മകത്വ. അത് സാധനദ്രവ്യരൂപത്തിലുള്ളതല്ല. അസാധനവുമല്ല ദ്രവ്യവുമല്ലല്ലോ മോക്ഷം. സാധനാത്മക ഈ ദ്രവ്യം സംസ്കൃതി. എന്തുകൊണ്ട്? സാധനാരൂപത്തിലുള്ള യാഗത്തിൽ ഉപയോഗിക്കുന്നു ദ്രവ്യമാണ് സംസ്കരിക്കുന്നത്. യഥാ പാത്ര ആജ്യാദി പ്രോക്ഷണം ഈക്ഷണാദിന. യാഗത്തിൽ പാത്രത്തെ സംസ്കരിക്കുന്നു. ഇങ്ങനെ മന്ത്രം പറഞ്ഞു അതിലേക്ക് ജലത്തെ പ്രോക്ഷിക്കുമ്പോൾ
സംസ്കരിക്കുന്നു. ഈക്ഷണം, പാത്രത്തിൽ നെയ്യെടുത്ത് വെച്ചിട്ട് അതിൽ നോക്കുന്നു. മന്ത്രോച്ചാരണത്തോടുകൂടി ഋത്തുക്കൾ മന്ത്രം ഉച്ചരിക്കുന്നു. അപ്പൊ യജമാന പത്നി ആജ്യപാത്രത്തിലേക്ക് നോക്കുന്നു. ഇതൊക്കെ സംസ്കാരം ആണ്. അപ്പോൾ ഇത്തരം ചടങ്ങുകളെല്ലാം വേദത്തിലുണ്ട്. അവിടെയെല്ലാം അത് സാധന രൂപത്തിലുള്ള ദ്രവ്യമാണ്. കർമ്മ ഉപയോഗിയായ ദ്രവ്യത്തിലേ ഇതൊക്കെ സംഭവിക്കൂ. ഇത് നിത്യ ശുദ്ധമായ ആത്മവസ്തുവിൽ എന്താ സംസ്കാരം? എന്നുവെച്ചാൽ സംസ്ക്രിയമാണ്. സംസ്കാര നിർവർത്തിയോ യൂപാധിപ, സംസ്കരിക്കപ്പെടുന്ന ഒന്നല്ല. ഇവിടെ പാത്രം എന്ന് പറയുന്നത് സംസ്കരിക്കുന്നതാണ്. ഇനി സംസ്കരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതുമല്ല. എന്താണ്? തടി വെട്ടിക്കൊണ്ടുവന്നു അഷ്ടകോണുകൾ ഉണ്ടാക്കി മന്ത്രം ചൊല്ലി അതിനെ തറയിൽ അടിക്കുന്നു. കുറ്റി, പശു, ആടിനെ കെട്ടുന്നതിന് വേണ്ടി യൂപം. അതെന്താണ്? സംസ്കാര നിർവർത്തിയമാണ്. ഇതെല്ലാം ചെയ്യണ്ടേ? അവിടെ തക്ഷൻ, ആശാരി വേണം. വന്നിട്ട് അതിനെ ചെത്തി അഷ്ടകോണം അതിലുണ്ടാകണം. എന്നിട്ട് മന്ത്രമെല്ലാം ചൊല്ലി അതിനെ കൊണ്ടുവന്ന് അവിടെ യാഗവേദിയിൽ ആടിനെ കെട്ടേണ്ട സ്ഥാനത്ത് അതിനെ കൊണ്ടുവന്ന് കുറ്റി അടിക്കണം. അപ്പൊ അവിടെ ഉണ്ടാക്കുന്നത് സംസ്കാരം നിർവർത്തിയമാണ്. പാത്രം നിർവർത്തിയമല്ല, ഉണ്ടാക്കിയെടുക്കുന്നതല്ല. പാത്രം നേരത്തെ തന്നെ ഉണ്ട്. അത് മന്ത്രം ചൊല്ലി അതിനെ സംസ്കരിച്ചാൽ മതി. തൂണങ്ങനെയല്ല, നിർവർത്തിയമാണ്. മന്ത്രം ചൊല്ലിയാൽ പോരാ, അതിനെ ചെത്തി മിനുക്കി മനോഹരമാക്കി അതിൽ പിന്നെ നെയ്യെല്ലാം ഒഴിച്ച് അതൊക്കെ ചെയ്ത് മന്ത്രമൊക്കെ ചൊല്ലണം. അപ്പോൾ ഇത്തരത്തിലൊന്നുമല്ല ഇത് പറയുന്നത്. ഏതെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ സംസ്കരിച്ചെടുക്കുന്നു. സാധാരണ നമ്മൾ പറയും എന്താണ്? ആത്മാവിനെ സംസ്കരിക്കുന്നു എന്നൊക്കെ പറയും. അവിടെ ആത്മാവിനെ സംസ്കരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് അസംസ്കൃതമാണ്, അതിനെ സംസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, ആധ്യാത്മിക പ്രകടനത്തിൽ പറഞ്ഞാൽ അതിന്റെ താല്പര്യം മനസ്സിനെ സംസ്കരിക്കുന്നു എന്നേ ഉള്ളൂ. ആത്മാവ് നിത്യമുക്തമായ ഒന്നിനെ സംസ്കരിക്കാനൊക്കത്തില്ല. ആത്മമോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലും അത് തന്നെ. മോക്ഷം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ സംഭവിക്കുന്നത്? ഇവിടെ പറയുന്ന പോലെ സംസ്കാര്യമായ വസ്തുക്കൾക്ക് സംഭവിക്കും. മനസ്സിന് മോക്ഷം സംഭവിക്കാം. എങ്ങനെ? അതിനെ ശുദ്ധമാക്കുക. അശുദ്ധിയിൽ നിന്നുള്ള മോക്ഷം അതിന് സംഭവിക്കുക. അല്ലാതെ ആത്മാവിന് മോക്ഷം സംഭവിക്കത്തില്ല, നിത്യമുക്തമാണ്. അതുകൊണ്ടാണ് ഓരോ തരത്തിലുള്ള അഭ്യാസങ്ങളും അതിന് ഉപകരിക്കത്തില്ല, ആത്മമോക്ഷത്തിന് ഉപകരിക്കത്തില്ല. പരിശേഷ്യ ആപ്യസ്യ, ജ്ഞാപ്യമാണ് എന്ന് പറഞ്ഞാലോ അതുമല്ല. ആപ്യോ അപ്പി ആത്മസ്വരൂപ ഏകത്വ. മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ആത്മസ്വഭാവമാണ്, ആത്മാവിന്റെ സ്വരൂപമാണ്. പശുവിനെ കറന്ന് പാലെടുക്കുന്നത് പോലെ അത് പ്രാപിക്കുന്ന ഒന്നല്ല, ഇതേകമാണ്. രണ്ടെണ്ണമില്ല ഇവിടെ. സാധകൻ, സാധ്യം, അങ്ങനെ ദ്വന്ദ്ഭാവം മോക്ഷത്തിലില്ല. ഒരു സാധകൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. പരിശ്രമിച്ചു, സമാധി പരിശീലിച്ചോ, ജപത്തെ പരിശീലിച്ചോ, മന്ത്രമോ തന്ത്രമോ യന്ത്രമോ കർമ്മമോ ഒന്നുമുണ്ട്. അവിടെ രണ്ടില്ല. സാധകന് സാധ്യവുമായി മോക്ഷത്തെ പിരിക്കാനൊക്കത്തില്ല. എന്തുകൊണ്ടത് സാധകസ്വരൂപമാണ്. നേരത്തെ പറഞ്ഞു, ശ്രോതാവിന്റെ സ്വരൂപമാണ്. അതിനെങ്ങനെ പ്രാപിക്കാൻ കഴിയും? സ്വരൂപത്തെ ഏകത്വച്ച. അവിടെ രണ്ടില്ലല്ലോ, സാധകൻ സാധ്യം എന്നുള്ള ഭേദമില്ല. ഇതരേഹി കർമ്മഭേർ വൈലക്ഷണ്യ നിത്യാനാം കർമ്മണാം തദ്ഫലേന വിലക്ഷണേന ഭവിതമേ ചെയ്തു. എന്നാലിവിടെ വൈദികന്മാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ മനസ്സിൽ ഉറച്ചു പോയാൽ ഒരു പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല. ഒരഭ്യാസം കൊണ്ട് തന്നെ ഞങ്ങൾക്കിത് സാധിക്കണം. മാനസികമായ അഭ്യാസങ്ങൾ കൊണ്ട്. ഇതിലെ ഈ കർമ്മഭീ വൈലക്ഷ്യമില്ല. മറ്റു കർമ്മങ്ങളെ പോലെ അല്ല നിത്യകർമ്മം എന്ന് പറയുന്നത്. നിത്യാനം കർമ്മണാണ് തദ്ഫലാനാപി വിലക്ഷണം. അതുകൊണ്ട് അതിന്റെ ഫലവും വേറെയാണ്. അത് മോക്ഷമാണെന്ന് പറഞ്ഞാൽ കർമ്മത്ത് സലക്ഷിണ്യ സലക്ഷണം കസ്മാത് ഫലം ന ഭവതി ഇതര നിത്യകർമ്മം ഫലം കർമ്മമാണെങ്കിൽ
അതിന്റെ ഫലവും മറ്റു കർമ്മഫലം പോലെ തന്നെയായിരിക്കും. അത് നിത്യമാകത്തില്ല എന്നർത്ഥം. നിമിത്ത വൈലക്ഷണ്യ പറയുന്നു. എന്നാലും ഇവിടെ നിമിത്തത്തിന് വ്യത്യാസമുണ്ടല്ലോ. മറ്റു കർമ്മങ്ങളെ പോലെ അല്ലല്ലോ നിത്യകർമ്മം. ക്ഷാമവത്യാദിഭി സമാനത്വ. അത് നൈമിത്തിക കർമ്മം പോലെയാണ്. ക്ഷാമേഷ്ഠി, ക്ഷാമവതി ഇഷ്ടി എന്ന് പറയുന്നു. അതുപോലെ ആണെന്നർത്ഥം. ക്ഷാമവതി ഇഷ്ടി എന്ന് പറയുന്നത് എന്താണ്? യസ്യ ആഹിതാഗ്നേഹേ അഗ്നർഗൃഹാൻ ദഹേ അഗ്നേ ക്ഷാമവതി പുരോഡാസം അഷ്ട കപാലം നിർവപേ. ഒരാൾ അഗ്നി ആധാനം ചെയ്തു നിത്യ അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പ്രത്യേക വേദിയൊക്കെ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അവിടെ അഗ്നിയെ ആധാനം ചെയ്യുക എന്ന് പറയുന്ന മന്ത്ര ഉച്ചാരണത്തോടുകൂടി വിറകടുക്കി അതിൽ അഗ്നിയെ ജ്വലിപ്പിക്കുക. പിന്നീട് അവിടെ നിത്യം അഗ്നിഹോത്രം ചെയ്യണം, ഹവിസർപ്പിക്കണം എല്ലാ ദിവസവും. ഇങ്ങനെ അയാൾ തുടങ്ങി. അങ്ങനെ അഗ്നിഹോത്രം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം കഷ്ടകാലത്തിന് പുരയ്ക്ക് തീ പിടിച്ചു. ഇതിൽ നിന്ന് തന്നെ അതൊരു ദോഷമാണല്ലോ. ഉടനെ അതിന് പ്രായശ്ചിത്തം വിധിച്ചിരിക്കുന്നു. അവിടെ ക്ഷാമവതി പുരോഡാസം അഷ്ടാകപാലം നിർവപ്പേ. അതിനൊരു പ്രായശ്ചിത്തം വിധിച്ച് അഷ്ടകപാലങ്ങളിൽ, കപാലം എന്ന് വെച്ച ഓട്, ഹവിസ് അട ഉണ്ടാക്കി അവിടെ ഹോമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓടാണ്. മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഓടിനെയാണ് കപാലം എന്ന് പറയുന്നത്. അപ്പം അഷ്ടകപാലത്തിൽ അടയുണ്ടാക്കി അതിന് പരിഹാരമായിട്ട് ഇനി വീണ്ടും ഇത് വീടിനെ ദഹിപ്പിക്കാതിരിക്കാനും, ദഹിച്ചത് ദോഷം, എന്തോ പാപം കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ എന്താണ് അവിടെ ഗ്രഹദാഹം നിമിത്തമായി ചെയ്യും. നിമിത്തമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, നിത്യകർമ്മം പോലെയാണ്. ഒരു പ്രായശ്ചിത്തമുള്ള നിലയ്ക്ക് ചെയ്യുകയാണ്. യഥാഹി അത് പറയുന്നു ഗ്രഹദാഹാദോ നിമിത്തേ ക്ഷാമവത്യാദി ഇഷ്ടി. ക്ഷാമവതി ഇഷ്ടി ചെയ്യുന്നു. അതുപോലെ യഥാ ഭിന്നേ ജുഹോതി സ്ഖന്നേ ജുഹോതി. ഇത് ദർശപൂർണമാസയാഗത്തില് പുരോഡാസം ഹവിസ് അട ഉണ്ടാക്കി പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ അതുണ്ടാക്കിയപ്പോൾ ഈ ഓട് പൊട്ടിപ്പോയി. പിന്നെ നെയ്യ് പാത്രത്തിൽ നിറച്ചു വെച്ച് ഹവിസ് അർപ്പിക്കുന്നതിന് വേണ്ടി അതൊന്ന് തുളുമ്പിപ്പോയി. ഇതെല്ലാം ദോഷമാണ് യാഗം. ഉടനെ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതാണ് ഭിന്നേ ജുഹോതി സ്കന്നേ ജുഹോതി എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്കന്നമാകുന്ന അത് തുളുമ്പിപ്പോകും. അല്ല ഒരു ഹവിസ് അതിനുവേണ്ടി അങ്ങ് അർപ്പിച്ചേക്കുക. അപ്പോൾ അതിന്റെ ദോഷം മാറി. ഇതെല്ലാം ഒരു നിമിത്തമാണ്. നിമിത്തം കൊണ്ട് ചെയ്യുന്നു. ഇതിനാണ് നൈമിത്തിക കർമ്മം എന്ന് പറയുന്നത്. ദൈവം അത് നൈമിത്തികേഷ കർമ്മം പറയുന്നു. എന്താ ഇവിടെ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അവിടെ ദർശപൂർണമാസയാഗത്തിന്റെ ഫലമുണ്ട്, സ്വർഗം. പക്ഷെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് അത് സാന്ദർഭികമായിട്ടൊരു ദോഷം വന്നപ്പോൾ അതിന്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന. അപ്പോൾ ആ നൈമിത്തിക കർമ്മങ്ങളിൽ എങ്ങനെയാണോ ഫലമില്ലാതിരിക്കുന്നത് അതുപോലെ തന്നെ നിത്യകർമ്മങ്ങൾക്കും മോക്ഷം ഫലമല്ല. ഇവിടെ എന്താണ് എന്നാ മോക്ഷഫലം കൽപ്പിതേ. ഇത്തരത്തിലുള്ള നൈമിത്തിക കർമ്മങ്ങളിൽ എങ്ങനെയാണോ മോക്ഷത്തെ ഫലമായി കൽപ്പിക്കാത്തത്, അതുകൊണ്ട് നിത്യകർമ്മത്തിനും മോക്ഷത്തെ ഫലമായി സ്വീകരിക്കാൻ സാധ്യമല്ല. തേശ്ച വിശേഷ നൈമിത്തികത്വേന ജീവനാദി നിമിത്തേജശ്രവണ യാവജ്ജീവം അഗ്നിഹോത്രം ജുഹുയ. അഗ്നിഹോത്രം ചെയ്യണം. ഇവിടെ എന്താ പറഞ്ഞത്? മരിക്കുന്നത് വരെ. എന്തിനു വേണ്ടി അഗ്നിഹോത്രം ചെയ്യണം? ഫലം പറയുന്നില്ല. എന്തിനാ അത് ചെയ്യുന്നത്? ഒരു ഉത്തരവേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ചെയ്യണം. ജീവന നിമിത്തം എന്ന് പറയുന്നു. ജീവിച്ചിരിക്കുന്നു അതിന് നിമിത്തം, വേറൊന്നുമില്ല. ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് ചെയ്യും, ഫലം പറയാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ എന്താണ് കാരണം പറഞ്ഞു?
ഭിന്നേ ജുഹോതി, സ്കന്ധേ ജുഹോതി, ക്ഷാമവതി എന്നെല്ലാം പറയും. അവിടെ നിമിത്തമുണ്ട്. വീട് തന്നെ തീ പിടിച്ചു, അതുകൊണ്ട് ചെയ്യുന്നു. ഇങ്ങനെ നിമിത്തം ഉള്ളതുകൊണ്ട് ചെയ്യുന്നു. വിശേഷ ഫലമില്ല. അതിന്റെ ഫലമായും മോക്ഷത്തെ കൽപ്പിക്കാൻ കഴിയില്ല. തഥാ നിത്യാനാമപി മോക്ഷഫലം. അങ്ങനെ നിത്യകർമ്മങ്ങൾക്കും മോക്ഷത്തെ ഫലമായി സ്വീകരിക്കാൻ സാധ്യമല്ല. അതെന്തായാലും ശരി. ആലോകസ്യ സർവേഷാ രൂപദർശന സാധനത്വേ ഉലൂകാതെ ആലോകേന രൂപം ന പശ്യന്തി ഉലൂകാതി ചക്ഷു വൈലക്ഷണ്യാ ഇതര ലോക ചക്ഷുഭിർ ന രസാദി വിഷയത്വം പരികൽപ്പതി പറയുന്നു. ഉലൂകം, നത്ത്, മൂങ്ങ എന്നൊക്കെ പറയും. രാത്രി സഞ്ചരിക്കുന്ന പക്ഷി. അതിന് സാധാരണ ജീവന്മാർക്കെല്ലാം രൂപദർശനത്തിന്, രൂപം എന്ന് വെച്ചാൽ നിറം, ആകൃതി, ഇതെല്ലാം കാണുന്നതിന് മുഖ്യമായിട്ട് നിറം, വെളിച്ചം വേണം. പക്ഷെ ആ പ്രാണിക്ക് അതിന്റെ ആവശ്യമില്ല. അത് വെളിച്ചം കൂടാതെ തന്നെ രൂപത്തെ കാണുന്നു എന്നാണ് പൊതുവായി പറയുന്നതാണ്. ഇന്നത്തെ സയൻസ് പഠിച്ചവർ അത് ശരിയല്ല എന്ന് പറയും. പക്ഷെ അന്നത്തെ ഒരു അറിവ് വെച്ച് പറയുകയാണ്. ഭൗതികമായ പല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിൽ നമ്മുടെ ഈ ആചാര്യന്മാരെല്ലാം വെറും പാപ്പരായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഇപ്പൊ രാത്രിയിൽ ഇതിനുമുണ്ട് അതിസൂക്ഷ്മമായ പ്രകാശം. ആ പ്രകാശത്തിന്റെ സഹായത്തോടെ ആ പ്രകാശത്തെ ഗ്രഹിക്കുന്നതിന് മനുഷ്യന്റെ കണ്ണിന് ശേഷിയില്ല. പക്ഷെ ഉലൂകത്തിന് ശേഷിയുണ്ട്. അതുകൊണ്ടാണത് രൂപത്തെ കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇവിടെ ഇങ്ങനെ ധരിച്ചിരുന്നത് പൊതുവായൊരു ധാരണ എങ്ങനെയാണ്, അവിടെ പ്രകാശത്തിന്റെ സഹായം ഇല്ലാതെ കാണുന്നു എന്നാണ്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സ്ഥൂലമായ പ്രകാശം, പകലത്തെ പ്രകാശം അതില്ല എന്ന് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. പിന്നെ എന്തെങ്കിലും ബുദ്ധിത്തം പറഞ്ഞാലും ആചാര്യന്മാരെ രക്ഷിക്കാനുള്ള ഒരു ബാധ്യതയും നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പോരായ്മ കണ്ടോ നമ്മൾ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തിക്കൊള്ളണം. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം, ഇന്നത്തെ ഈ സ്ഥൂലമായ ഈ ജാഗ്രതയിലെ പ്രകാശം ഇല്ലെങ്കിലും അത്തരം പക്ഷികളും മറ്റും പ്രകാശത്തിന്റെ സഹായമില്ലാതെ കാണുന്നു. ശരി, ഈ സ്ഥൂലമായ പ്രകാശത്തിന്റെ സഹായമില്ലാതെ കാണുന്നു. അതെന്താണ്? ആ കണ്ണിന്റെ പ്രത്യേകതയാണ്. അത് ശരിയാണ്. നമ്മുടെ കണ്ണുപോലെയല്ല അവയുടെ കണ്ണ്. ഈ പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഇതര ലോക ചക്ഷുവീർണ, അത് മറ്റുള്ള പ്രാണികളുടെ കണ്ണുപോലെ. പക്ഷെ അങ്ങനെയാണെങ്കിലും അവയ്ക്ക് രസാദി വിഷയത്വം പരികൽപ്പിക്കുക, അതാണ് അവിടെ മുഖ്യം. ബാക്കി പോട്ടെ, അവിടെ പ്രകാശം വേണമോ വേണ്ടയോ, സ്ഥൂലപ്രകാശമാണോ സൂക്ഷ്മപ്രകാശമാണോ, അതൊക്കെ വിടാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രാത്രിയും ഇതും അവ രൂപത്തെ കാണുന്നു. മനുഷ്യൻ രൂപത്തെ കാണാത്തപ്പോഴും അവ കാണുന്നു. അത്രയും മതി. പക്ഷെ അങ്ങനെ ആ കണ്ണിനൊരു ശേഷിയുണ്ടെങ്കിലും ആ കണ്ണുകൊണ്ട് രസത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ മുഖ്യമായിരിക്കുന്നത്. അതായത് ചക്ഷു എന്ന് പറയുന്നതിനൊരു സാമർഥ്യമുണ്ട്. ആ സാമർഥ്യത്തെ മറികടക്കുന്നതിന് കഴിയുന്നില്ല. ആ സാമർഥ്യത്തെ ചില വിശേഷതകൾ കാണാം പ്രാണിഭേദമനുസരിച്ച്. പറഞ്ഞാൽ ഒരു വസ്തു സ്വഭാവത്തെ മറികടക്കാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. കർമ്മത്തിന്റെ ആ സ്വഭാവം അതിനെ മറികടക്കാൻ കഴിയത്തില്ല. കർമ്മത്തിന്റെ സ്വഭാവം എന്താണ്? അത് ഫലത്തെ ഉണ്ടാക്കുന്നു. ആ ഫലം എന്ന് പറയുന്നത് എന്താണ്? ഉത്പത്തിയാദി രൂപമായിരിക്കും. അതിനൊരിക്കലും നിത്യമായ മോക്ഷത്തെ ഉണ്ടാക്കാൻ സാധ്യമല്ല, ഏതു തരത്തിലുള്ള കർമ്മമായാലും. രസാദി വിഷയ സാമർത്ഥ്യ അധിഷ്ഠം ഇവിടെ പറയുന്നതാണ്. ഒരു വസ്തുസ്വഭാവത്തെ അതിന്റെ സാമർഥ്യം എന്ന് പറയാം. അതിനെ മറികടക്കാൻ അതിന് കഴിയത്തില്ല. ഇതിലും നല്ല സ്പഷ്ടമായ ഉദാഹരണമാണ് അഗ്നി. അതിന്റെ സ്വഭാവമാണ് ദാഹം. ആ സ്വഭാവത്തെ അതിന് മറികടക്കാൻ പറ്റിയിരിക്കുക. അഗ്നി ആയിരിക്കുക, ദാഹശക്തി ഇല്ലാതിരിക്കുക, അത് പറ്റത്തില്ല. പിന്നെ അഗ്നിയെ ഇല്ലാതെയാവും. അഗ്നിയാണെങ്കിൽ അതിനെ ദഹിപ്പിച്ചേ പറ്റൂ, പ്രകാശിച്ചേ പറ്റൂ.
അങ്ങനെ അതുകൊണ്ട് പറയുന്നത് സുദൂരമഭിഗത്വ ഏത് വിഷയദിഷ്ട സാമർഥ്യം തത്രൈവ കസ്യ വിശേഷകർത്തിയത് പറയുന്നു. അങ്ങനെ നിങ്ങളൊരു വസ്തുവിനെ കുറിച്ച് എത്ര അഗാധമായി സൂക്ഷ്മമായി ചിന്തിച്ചാലും ശരി, ഒരു വസ്തുവിന്റെ സാമർഥ്യം എവിടെയുണ്ടോ, ഇത് പൊതുവായ തത്വം പറയുകയാണ്, അതിലെന്തെങ്കിലും വിശേഷതകൾ കാണാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ എന്താണ്, കണ്ണിന്റെ സ്വഭാവമാണ് രൂപത്തെ കാണുക. അതിന് വെളിച്ചം വേണം, ഇതൊരു നിയമം. പക്ഷെ അതിനെക്കുറിച്ച് എത്ര നമ്മൾ ചിന്തിച്ച് കടന്നു പോയാലും ശരി, ഈ വെളിച്ചം കൂടാതെ തന്നെ, ഇവിടത്തെ സ്ഥൂല വെളിച്ചം കൂടാതെ തന്നെ ആ കണ്ണിന് രൂപത്തെ കാണാൻ പറ്റും, അതിനൊരു പക്ഷിയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, അവിടെ എന്തേ സംഭവിക്കത്തുള്ളൂ, കണ്ണിന്റെ ഒരു വിശേഷത ഇവിടത്തെ വെളിച്ചം കൂടാതെ അവിടെ കാണുന്നു. അതിനപ്പുറം കണ്ണുകൊണ്ട് മണക്കാം, കണ്ണുകൊണ്ട് രുചിക്കാം, കണ്ണുകൊണ്ട് സ്പർശിക്കാം എന്നൊന്നും നമുക്ക് സാധ്യമല്ല. രുചിക്കുകയും മണയ്ക്കുകയും അത് സാധ്യമല്ല. കണ്ണിന് ത്വക്കുള്ളതുകൊണ്ട് സ്പർശിക്കും, കണ്ണിന് സ്പർശനം വരും. പക്ഷെ ചക്ഷുരേന്ദ്രിയത്തിന് രുചിക്കാനോ മണക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് നിത്യകർമ്മത്തിന്റെ ഫലമായി, ഏതെങ്കിലും ഒരു അഭ്യാസത്തിന്റെ ഫലമായി ഒരിക്കലും മോക്ഷം അതുണ്ടാകത്തില്ല. അത് നിങ്ങളുടെ മാനസികമായ അഭ്യാസമായാലും ശരി, ശാരീരികമായ അഭ്യാസമായാലും, ജപമായാലും ശരി, ധ്യാനമായാലും ശരി, പ്രാർത്ഥനയായാലും ശരി, ഇതൊന്നും കൊണ്ടും നിത്യമായ മോക്ഷത്തെ സിദ്ധിക്കത്തില്ല ആണ് പറയുന്നത്. പുനരുക്ത മന്ദശർക്കരാദി സംയുക്ത വിഷദധ്യാധിപത് നിത്യാനി കർമാണി കാര്യാന്തരം ആരഭതയിരി ആരഭ്യതാം വിശിഷ്ടം കാര്യം തദ് ഇഷ്ടത്വ അവിരോധ. പറഞ്ഞല്ലോ, മന്ത്ര ശർക്കരാദിയുക്തമായ വിഷദധ്യാദി വിപരീതമായ ഫലത്തെ ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പ്രത്യക്ഷമായ അനുഭവസിദ്ധമായ കാര്യങ്ങളെ ഞങ്ങളും നിഷേധിക്കുന്നില്ല, അദ്വൈതം നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് മന്ത്രമോ ധ്യാനമോ ജപമോ പ്രാർത്ഥനയോ ഒന്നും ഫലമില്ലാത്തതാണെന്ന് പറയുന്നു. കാര്യാന്തരം ആരഭന്തേ, മോക്ഷം ഒഴികെയുള്ള കാര്യങ്ങളെ, എന്താണ് ആ കാര്യം എന്ന് പറയുന്നത്, സത്വശുദ്ധി, തദ്ദേകാഗ്രത, തുടങ്ങിയ കാര്യങ്ങൾ, അതൊക്കെ പറ്റും. ഇഷ്ടദേവത പ്രാർത്ഥന കൊണ്ട് ഇഷ്ടദേവതയുടെ അനുഗ്രഹം കിട്ടുന്നു. ധാരണ, ധ്യാനം, സമാധി പരിശീലിക്കുമ്പോൾ മനസ്സിന് ഏകാഗ്രത വരുന്നു. നിഷ്കാമ കർമാനുഷ്ഠാനം കൊണ്ട് മനസ്സിന് രാഗദ്വേഷാദി മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം സംഭവിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ വ്യർത്ഥമാണെന്ന് പറയുന്നില്ല. ആണ് പറയുന്നത് ആരഭ്യതാം വിശിഷ്ടം കാര്യം. വിശിഷ്ടമായ കാര്യം ഉണ്ടാകും, അവിടെ മനഃശുദ്ധി ഉണ്ടാകുന്നു, മനസ്സിന് മോക്ഷം ഉണ്ടാകുന്നു. അതിനൊക്കെ ചിലപ്പോൾ ആത്മശുദ്ധി, ആത്മമോക്ഷം എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷെ അതല്ല, അത്തരം ഫലങ്ങളെ അംഗീകരിക്കുന്നു. അവിരോധ, അപ്പം നിരഭിസന്ധിപൂർവകമായ, നേരത്തെ പറഞ്ഞതാണ്, ആഗ്രഹം കൂടാതെയുള്ള ആ കർമ്മങ്ങൾ, അത് യാതൊരാഗ്രഹവും വയ്ക്കാതെ ചെയ്യുമ്പോൾ, ആഗ്രഹിക്കാൻ അവിടെയൊന്നുമില്ല. നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല. ഫലമില്ലാത്തതുകൊണ്ട് അവിടെ ഫലത്തെ ആഗ്രഹിക്കാൻ വയ്യ. ആഗ്രഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ആഗ്രഹം കൂടാതെ തന്നെ ചെയ്യുന്നു, നിഷ്കാമമായി കർമ്മം ചെയ്യുന്നു. ഒരു പ്രവൃത്തി ചെയ്യുക, അതിനൊരു ഫലമില്ലാതിരിക്കുക, അപ്പൊ പിന്നെ എന്ത് ഫലം ആഗ്രഹിക്കാൻ? വിശേഷിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെ വൈദ്യം എങ്ങനെ ചെയ്യുന്നു? ഇത് ചെയ്യാതിരുന്നാൽ പാപം ഉണ്ടാവും, അതുകൊണ്ട് പാപത്തെ ഒഴിവാക്കണമെന്നുള്ളൊരാഗ്രഹം. അത് വലിയ ദോഷമുള്ള ആഗ്രഹമൊന്നുമില്ല. സ്വർഗത്തിൽ പോകണമെന്നും മറ്റും ആഗ്രഹിക്കുന്നത് പോലെ പാപം ഒഴിവാകുന്നല്ലേ ഉള്ളൂ. അവിടെ ആഗ്രഹിച്ചൊന്നും ആർജിക്കുന്നില്ലല്ലോ, ദോഷങ്ങൾ ഒഴിവാകും.
അപ്പോൾ അതിനൊരാഗ്രഹമായിട്ട് കണക്കാക്കാനില്ല. അങ്ങനെ ചെയ്യുമ്പോൾ പാപത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യും. പാപം ഒഴിവാകുന്നു, അത് മനഃശുദ്ധി അതല്ലേ. അപ്പോൾ നിരഭിസന്ധിപൂർവകമായ കർമ്മങ്ങൾ അത് മനഃശുദ്ധി ഉണ്ടാക്കുന്നു. പിന്നെ ഈ പറയുന്ന യോഗവും മറ്റും നമ്മൾ പറഞ്ഞ ഏകാഗ്രത, ജപം, ഇവിടെ വൈദികമായി തന്നെ ജപമുണ്ട്, മന്ത്ര ജപങ്ങളുണ്ട്. വൈദികത്തിൽ ജപത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ തന്നെയുണ്ട്. ഇവിടെ ധ്യാനത്തെക്കുറിച്ച് പറയുന്നു. ഇഷ്ടദേവതാ ധ്യാനത്തെക്കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. ദേവതയെ സങ്കല്പിച്ചിട്ടാണോ ഹവിസ് സമർപ്പിക്കേണ്ടത്? ആ ദേവതയെ ഹവിസ് സമർപ്പിക്കുന്നതിന് മുമ്പ് ആ ഹവിസ് കയ്യിലെടുത്തുകൊണ്ട് ആ ദേവതയെ ധ്യാനിക്കുക എന്നെല്ലാം വിധിച്ചിട്ടുണ്ട്. മനസ്സാധ്യായി, മനസ്സുകൊണ്ട് ധ്യാനിക്കണം. അപ്പം അവിടെയുണ്ട് ജപം, ധ്യാനം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം. അതെല്ലാം നിത്യമായ മോക്ഷത്തെ ഉണ്ടാക്കുന്നതല്ല. അതാണ് അദ്വൈതവും മറ്റുള്ളതുമായിട്ടുള്ള വ്യത്യാസം. ഇവിടെ വിരോധം വരുന്ന ഇതാണ്. എന്താണ്? ജപയോഗികൾ പറയും, ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക, ജപിച്ച് വരുമ്പോൾ അവസാനം ഒരു സമാധി, ആ സമാധിയിൽ നിന്ന് അതിന്റെ ഫലമായി പിന്നെ മോക്ഷം. സമാധിയായി കഴിഞ്ഞാൽ മോക്ഷം, സമാധി മതി മോക്ഷത്തിന്. എന്തുകൊണ്ട്? സമാധി വരുമ്പോൾ ഈ ലോകത്തിന്റെ അനുഭവം പോയി. സമാധി ലോകാനുഭവം പോയി കഴിഞ്ഞാൽ സുഖദുഃഖാനുഭവങ്ങൾ പോയി. സുഖദുഃഖാനുഭവങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ കേവലമായ ആനന്ദം മാത്രം, മോക്ഷം. അതിനെന്ത് ചെയ്യണം? ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. ജപയോഗികളെ സംബന്ധിച്ച് അത് ശരിയാണ്. ജപയോഗി അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സമാധി ഉണ്ടാകും, ഈ പറയുന്ന തരത്തിലുള്ള മോക്ഷമൊക്കെ ഉണ്ടാകുമായിരിക്കും. അല്ല, ഉണ്ടാകുമെന്ന് തർപ്പിച്ച് പറയാൻ പറ്റില്ല. ഉണ്ടാകുമായിരിക്കും. കാരണം ഒരു ആളങ്ങനെ അവകാശപ്പെടുമ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അത് സ്വീകരിക്കുന്നില്ല. അങ്ങനെ കൽപ്പാന്തം വരെ സമാധിയിലിരുന്നതുകൊണ്ടോ സുഖദുഃഖങ്ങൾ അനുഭവിക്കാതിരുന്നതുകൊണ്ടോ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നതുകൊണ്ടോ ഒന്നും മോക്ഷം സംഭവിക്കില്ല. ഇതെല്ലാം ഉണ്ടാക്കിയെടുത്താണ്, നശിച്ചു. എന്തായാലും ഈ കൽപ്പത്തിലെ പരിശ്രമമാണ്. ഈ കൽപ്പത്തിന്റെ പരിശ്രമ ഫലത്തിന് ഈ കൽപ്പാന്തം വരെയുള്ള നില. അവിടെ വരുമ്പോഴത്തേക്ക് അതെല്ലാം നശിച്ചു. ഉണ്ടാക്കിയെടുത്തല്ലേ, നശിച്ചല്ലേ പറ്റും. കൃതകമായതെല്ലാം അനിത്യമെന്നല്ലേ യുക്തി. അപ്പൊ അത് പിന്നീട് അത് കഴിഞ്ഞാലോ കൽപ്പാന്തത്തിലെല്ലാം വിനയത്തെ പ്രാപിക്കുന്നു, ഭൂതലയത്തെ പ്രാപിക്കുന്നു. കേവലം ഭൂതലയത്തെ പ്രാപിക്കുന്നു. വീണ്ടും കൽപ്പാദിയിൽ ജനിച്ചു വരുന്നു, വീണ്ടും സംസാരം. ഇത്രയൊക്കെ സംഭവിക്കത്തുള്ളൂ. ആപേക്ഷികമായ ഒരു മോക്ഷത്തെ കിട്ടും. ഇത് തന്നെയാണ് സമാധിയിൽ സംഭവിക്കുന്നത്. നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന അഭ്യാസം കൊണ്ട് മനസ്സിന്റെ അവസ്ഥാവിശേഷമാണ്. അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് പരിണാമഫലമാണ്. മനസ്സ് പരിണമിച്ചാണ് അങ്ങനെ ഒരവസ്ഥയെ പ്രാപിക്കുന്നത്. പരിണമിച്ചുണ്ടാകുന്ന ഒരിക്കലും സ്ഥായിയല്ല. അതിന് വിപരീത പരിണാമം വീണ്ടും സംഭവിക്കും. എന്തിന്? പ്രളയം പോലും ഒരു പരിണാമമാണ്. കൽപ്പാന്ത്യത്തിൽ വരുന്ന പ്രളയം വീണ്ടും അതിന് വിപരീത പരിണാമം സംഭവിക്കുന്നു, വീണ്ടും സൃഷ്ടിയിലേക്ക് വരുന്നു. അത് പരിണാമത്തിന്റെ സ്വഭാവമാണ്. അത് അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും വരും. അനുലോമമായും പ്രതിലോമമായും സംഭവിക്കും. ചിത്തപരിണാമരൂപത്തിലുള്ള സമാധി കൃതകമായതുകൊണ്ട്, അഭ്യസിച്ചുണ്ടാക്കിയതുകൊണ്ട് അത് നശിച്ചു പോകും. കുറച്ചു കാലം അങ്ങനെ ബലം പിടിച്ച് നിർത്താൻ പറ്റും. അത് കഴിയുമ്പോൾ അതങ്ങ് വിട്ടുപോകും, അതിനെ പിടിവിട്ടുപോകും.
അഭ്യാസഫലമാണ്. സംസ്കാരം എന്ന് പറയുന്നത് സ്ഥായിയല്ല, നശിച്ചു പോകും. അഭ്യാസം സംസ്കാരത്തെ സൃഷ്ടിക്കുന്നു, ആ സംസ്കാരം ഫലത്തെ സൃഷ്ടിക്കുന്നു. സമാധി അഭ്യാസം, സമാധി സംസ്കാരത്തെ സൃഷ്ടിക്കുന്നു. പുണ്യത്തെ ഉണ്ടാക്കുന്നു. ആ പുണ്യം അതിന്റെ ഫലമായി സമാധി ഉണ്ടാകുന്നു. പുണ്യം ക്ഷയിക്കുമ്പോൾ, ആ സംസ്കാരം ക്ഷയിക്കുമ്പോൾ സമാധി പോയി. അങ്ങനൊന്നും ഉണ്ടാകില്ലെന്ന് പറയുന്നില്ല, ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഉണ്ടായി നശിക്കുന്ന ഒന്നല്ല മോക്ഷം. പിന്നെയോ അത് സ്വസ്വരൂപമാണ്, നിത്യമാണ്. അതിനോ ഈ ബോധം മതി. ഈ പ്രതിബന്ധത്തെ, ഈ അറിവില്ലായ്മയെ മാറ്റുന്ന ബോധം മതി എന്ന് പറയുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതെല്ലാം സാർത്ഥകമാണ്. നിരഭിസന്ദേഹേ കർമ്മണോഹോ, ഫലാഗ്രഹം കൂടാത്ത കർമ്മം. വിദ്യാസംയുക്തസ്യ, ഉപാസനയും ചേരുന്നു അവിടെ. കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള ഉപാസനയാണ്. അങ്ങനെ ഞാൻ ആത്മാവാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അറിയുന്നത് ശരീരമാണെന്നാണ്, എന്നാലും ഞാൻ ആത്മാവാണ് എന്നുള്ള ഭാവന, ആ ഭാവനയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ആത്മാവായതിനാൽ കർമ്മങ്ങളില്ല, ശരീരേന്ദ്രിയ കർണങ്ങളിലാണ് കർമ്മം. ഇതൊക്കെ ഭാവനകളാണ്. ഈ ഭാവനയെ ആശ്രയിച്ച് കർമ്മം ചെയ്യുന്നു. ആണല്ലോ കർമ്മയോഗം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അങ്ങനെ ഈശ്വരൻ എന്നുള്ള ഭാവനയെ കർമ്മം ചെയ്യുക. ഈശ്വരന് വേണ്ടി കർമ്മം, ഈശ്വരന് സമർപ്പിച്ചിട്ട് കർമ്മം, ഈശ്വര അനുഗ്രഹം കൊണ്ട് കർമ്മം, ഇങ്ങനെ പലതരത്തിൽ. ഇവിടെയൊക്കെ കർമ്മം ചെയ്യുന്നത് മാനസിക ഭാവനയെ ആശ്രയിച്ചിട്ടാണ്. കർമ്മത്തിന് ആധാരമായിരിക്കുന്നത് മാനസിക ഭാവനകളാണ്. അറിവ്, ജ്ഞാനം ഭാവനയല്ല. ഭാവന അവിടെ യത്നിക്കണം, അല്ലെങ്കിൽ ഭാവന അങ്ങ് പോകും. അയ്യോ, അങ്ങനെ എന്താണ് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആത്മാവാണെന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? താൻ ആത്മാവാണ് എന്ന് കരുതി കർമ്മം ചെയ്യാൻ പറ്റും. കാരണം താൻ ആത്മാവാണെന്നുള്ള ഒരു ഭാവനയാണ്. കർമ്മത്തിൽ വരുമ്പോൾ ഭാവന കൈവിട്ടു. ഭാവന മാനസിക വൃത്തിയാണ്. ജ്ഞാനം അങ്ങനെയല്ല. ജ്ഞാനം പ്രമാണജന്യമാണ്, പുരുഷപ്രയത്നജന്യമല്ല. ശ്രവിക്കുന്നു, ബോധിക്കുന്നു. ശബ്ദം ശ്രവണപുടങ്ങളിൽ വീഴുമ്പോൾ മനസ്സ് ആ ശബ്ദത്തെ ഗ്രഹിക്കുന്നു. മനസ്സിൽ ആ ശബ്ദത്തിന്റെ താല്പര്യം പ്രകാശിക്കുന്നു, ഉണരും. ഇത് ബോധം, ഭാവനയല്ല. അവിടെ ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കർമ്മയോഗത്തിന് ഉപാസന ആവശ്യമാണ്. അല്ല കർമ്മയോഗം സാധ്യമല്ല. കർമ്മം ചെയ്യുക, മനസ്സിൽ അത്തരത്തിലുള്ള ഭാവനകൾ ഇല്ലാതിരുന്നാൽ എന്നാൽ അത് കർമ്മമാകത്തില്ല. അതിന് കേവല കർമ്മമെന്ന് പറയും. ഉപാസനയോടുകൂടിയാലേ കർമ്മയോഗമാകത്തുള്ളൂ. പിന്നെ ഒരാൾ തത്വത്തെ ശ്രവിച്ചു, അയാൾക്ക് ബോധമുണ്ടായി. പക്ഷെ അയാൾ ആ ബോധത്തിൽ തൃപ്തനല്ല. സംശയവിപര്യാദി ദോഷങ്ങൾ ഒരുപാടുണ്ട്, വികല്പങ്ങളുണ്ട്, മനസ്സ് വിക്ഷിപ്തമാണ്. അയാൾ മനസ്സിലാക്കുന്നു, എന്തുകൊണ്ട് ഇത്തരമൊരു തത്വബോധം ഉണ്ടായിട്ട് എന്റെ മനസ്സ് ഇത്രയും വിക്ഷിപ്തമാകുന്നു.
മനസ്സ് വിക്ഷിപ്തമാക്കുന്നത് മനസ്സിന്റെ തന്നെ ദോഷങ്ങളുകൊണ്ടാണ്. അപ്പോൾ ആ ദോഷങ്ങളെ പരിഹരിക്കാൻ എന്താ വഴി? കർമ്മയോഗം തന്നെ വഴി. അതുകൊണ്ട് ആ ഭാവന ആവർത്തിച്ചുകൊണ്ട് വീണ്ടും കർമ്മത്തിൽ ഏർപ്പെടുന്നു. ബോധമുണ്ടായി, പക്ഷെ വിക്ഷേപം കൂടുതൽ. അതുകൊണ്ട് വീണ്ടും താൻ അറിഞ്ഞ ബോധത്തെ ഭാവന ചെയ്യും. വിചാരം ഭാവനയല്ല, ഉപാസനയല്ല. അവിടെയും അറിവ് പ്രമാണജന്യമായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയെ ആലംബനമാക്കിയിട്ടാണ് ഇവിടെ വിചാരം. ഇവിടെ ശ്രുതി വാക്കുകളിൽ നിന്ന് വീണ്ടും ബോധം ഉണ്ടാവുകയും മനനത്തിൽ നിന്നിട്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വിക്ഷേപ ബാഹുല്യം കൊണ്ട് ശ്രുതി താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഭാവന അറിഞ്ഞ് മറന്ന കാര്യത്തെ ഓർമ്മിക്കുന്നു, മനസ്സിൽ നിലനിർത്തുന്നു ഭാവന. അതാണ് വിദ്യാസംയുക്തസ്യ, വിദ്യാസംയുക്തമായ കർമ്മം, ഭാവനാസംയുക്തമായ കർമ്മം. വിശിഷ്ട കാര്യാന്തരാരംഭ, അത് വിശിഷ്ടമായ കാര്യത്തെ ഉണ്ടാക്കുന്നു ആ ഭാവന. ചിത്തശുദ്ധി പോലെയുള്ള കാര്യത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ ചിത്തശുദ്ധി പോലുള്ള കാര്യങ്ങളെ ഉണ്ടാക്കുമ്പോൾ അവിടെ ആ മനസ്സിൽ ബോധമുണ്ടാകുന്നു. ചെറുപറയുടെ ബോധം തനിയെ ഉണ്ടാകുന്നു. അങ്ങനെ പറയും. ചിത്തശുദ്ധി വന്നാൽ ജ്ഞാനം തനിയെ ഉണ്ടാകും. എന്ന് പറയും. തനിയെ ഉണ്ടാകത്തില്ല. തനിയെ ജ്ഞാനം ഉണ്ടാകത്തില്ല. പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ ജ്ഞാനം. അത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണ്. ശ്രുതിവാക്യത്തിൽ നിന്ന് തന്നെ, ഉപദേശത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകും. അല്ലാതെ നിരാലംബമായി ജ്ഞാനം ഉണ്ടാകത്തില്ല. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം അവിടെ വാക്യം തന്നെ വേണം. നിർവിസന്ദേഹ കർമ്മണോ വിദ്യാസംയുക്തസ്യ വിശിഷ്ട കാര്യാന്തരാരംഭേ നകസ്യതി. അതുകൊണ്ട് ഉപാസനാസഹിതമായ കർമ്മം കർമ്മയോഗം. അത് ചിത്തശുദ്ധി പോലെയുള്ള കാര്യത്തെ ഉണ്ടാക്കുന്നു. അക്കാര്യത്തിൽ ഇവിടെ വിരോധമൊന്നുമില്ല. അതിന് അംഗീകരിക്കുന്നതിൽ അദ്വൈതത്തിന് വിരോധമില്ല. നേരിട്ട് അത് മോക്ഷത്തെ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് വിരോധം. ദേവതയെ ഉപാസിക്കുന്നു. ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ദേവത ഒരു ദിവസം പ്രത്യക്ഷമായി അവന് മോക്ഷത്തെ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പുരാണങ്ങളിലും മറ്റും വായിക്കുന്നു. ആ ദേവത ഇന്നാർക്ക് മോക്ഷത്തെ കൊടുത്തു, മറ്റേ ദേവത ഇന്നാർക്ക് മോക്ഷത്തെ കൊടുത്തു. എന്തുകൊണ്ടങ്ങനെ കൊടുത്തുകൂടാ? ദേവത സർവജ്ഞനും സർവശക്തനുമായ ദേവതയ്ക്ക് എന്തുകൊണ്ട് മോക്ഷത്തെ കൊടുത്തുകൂടാ? ഇവിടെ ചിന്തിക്കുന്നത് എന്താ ഇപ്പം മോക്ഷം കൊടുക്കുന്ന മോക്ഷം? മോക്ഷം ഒന്നേ ഉള്ളൂ. എന്താണ്? നിത്യമുക്തം, നിത്യസിദ്ധം. അതാണ് മോക്ഷം.
ആ നിത്യസിദ്ധമായിരിക്കുന്ന സ്വസ്വരൂപമായ വസ്തുവിനെ ഏത് ദേവതയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? നിത്യത്തെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് സാധ്യമല്ലെന്ന് പറയുന്നത്. പിന്നെന്താ ദേവത കൊടുക്കുന്നത്? ദേവതാപ്രസാദം എന്ന് പറയുന്നത് എന്താണ്? അവിടെ വരുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ മാറ്റുക, അതിന്റെ വഴി അവന് തുറന്നു കൊടുക്കുക, തത്വജ്ഞാനത്തിന്റെ മാർഗത്തെ കാണിച്ചു കൊടുക്കുക, ശരിയായ മാർഗത്തെ. തത്വശ്രവണമാണ് മാർഗം, മനനമാണ് ഇത്തരത്തിലുള്ള ആ മാർഗദർശനം. അതാണ് ചെയ്യുന്നത്. ആ വഴിക്ക് ദേവതാനുഗ്രഹം കൊണ്ട് ഒരുവന് സഞ്ചരിക്കാൻ കഴിയും. അതിനപ്പുറം നിത്യസിദ്ധമായ വസ്തുവിനെ എടുത്തു കൊടുക്കാൻ ഒരു ദേവതയ്ക്കും ഒരു ഗുരുവിനും സാക്ഷാൽ ഈശ്വരന് പോലും സാധ്യമല്ല, പരബ്രഹ്മത്തിന് സാധ്യമല്ല. പിന്നെയല്ലേ അതുപോലെ തന്നെ ദേവത അനുഗ്രഹം എന്ന് പറയുന്നിടത്ത് ഈശ്വര അനുഗ്രഹം എന്ന് പറയുന്നത്, ഈശ്വരൻ പ്രകാശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ആ വഴിയെ കാണിക്കുക, അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ബോധം പ്രമാണജന്യം, ശ്രുതിജന്യം, ഉപദേശജന്യം, അങ്ങനെ സംഭവിക്കപ്പെടും. ദേവയാജ്യാത്മയാജിനോരാത്മയാജിനോ വിശേഷശ്രവണ ദേവയാജിനോ ശ്രേയാത്മയാജി ഇത്യാദു യഥേ വിദ്യാകരോതി ഇത്യാദു. ഇക്കാര്യം വ്യക്തമാകും. രണ്ടുപേരെ കുറിച്ച് പറയുന്നു, ദേവയാജിയും ആത്മയാജിയും. ഛാന്ദോഗ്യത്തിൽ ദേവനെ യജിക്കുന്നവൻ, തന്നെ യജിക്കുന്നവൻ. അതിലാരാണ് ശ്രേഷ്ഠൻ? ആത്മയാജി. അപ്പോൾ ദേവയാജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അടുത്ത് പറയും. അത് രണ്ടു തരത്തിലെടുക്കാം. ഒന്ന് കർമ്മത്തിലൂടെ ദേവതാപ്രാപ്തി ആഗ്രഹിക്കുന്നത്. അവിടെ കർമ്മം സകാമമായും നിഷ്കാമമായും വരുന്നു. അപ്പൊ നിഷ്കാമമായി ദേവയാജിയുണ്ട്, സകാമമായ ദേവയാജിയുണ്ട്. അതിന് സകാമമായ ദേവയാജി അവന് മോക്ഷവുമായിട്ട് അടുപ്പമൊന്നുമില്ല. നിഷ്കാമമായ ദേവയാജി അവൻ ചിത്തശുദ്ധിയിലൂടെ മോക്ഷത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ആത്മയാജി എന്ന് പറയുമ്പോൾ ആത്മനിഷ്ഠൻ, ആത്മബോധത്തിലിരിക്കുന്നവൻ എന്നൊരർത്ഥം പറയാം. മറിച്ച് നിഷ്കാമമായ കർമ്മ അനുഷ്ഠിക്കുന്നു, രണ്ടർത്ഥം പറയും. എല്ലാ അർത്ഥത്തെയും എടുത്തുകൊണ്ടുകൂടെ പറയുകയാണ്. ആത്മയാജി, ദേവയാജി ആത്മയാജിനോഹോ. ദേവയാജി ആത്മയാജി എന്ന് രണ്ടു കൂട്ടരെ പറയുന്നു. അതിൽ ഇത് ഛാന്ദോഗ്യത്തിൽ പറയുന്നതാണ്. ആത്മയാജിനോ വിശേഷശ്രവണ, ആത്മയാജിയെക്കുറിച്ച് വിശേഷിച്ച് പറയുന്നു. ദേവയാജിനോ ശ്രേയാത്മയാജി, ദേവയാജിയേക്കാൾ ശ്രേഷ്ഠനാണ് ആത്മയാജി. ആത്മനിഷ്ഠൻ തന്നെ ആത്മയാജി, അല്ലെങ്കിൽ നിഷ്കാമമായി കർമ്മം ചെയ്യുന്നു. അവിടെ തന്നെ പറയുന്നു യഥേ വിദ്യ കരോതി ശ്രദ്ധയാ ഉപനിഷത എന്നെല്ലാം ഛാന്ദോഗ്യത്തിൽ പറയും. തദേ വീര്യവത്തരം ഭവതി എന്നെല്ലാം പറയും. അവിടെയൊക്കെ ഈ രണ്ടു കൂട്ടരിലും ആത്മയാജിയെ വേർതിരിച്ച് കാണിക്കുകയാണ്, ശ്രേഷ്ഠനാണെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അവിടെ ആത്മയാജി എന്നുള്ളതുകൊണ്ട് നിഷ്കാമകർമ്മം ചെയ്യുന്നവനെ എടുക്കണം. അവൻ
ദേവയാജിയെക്കാളും സകാമകർമ്മം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് മനസ്സിലാക്കുന്നത്. യസ്തു പരമാത്മദർശന വിഷയം മനനോ ഉക്ത ആത്മയാജി ശബ്ദ സമം പശ്യൻ സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി സംപശ്യൻ ആത്മയാജി വൈ സ്വരാജ്യം അധികച്ചതി എന്ന് പറയുന്ന ആരെക്കുറിച്ച്? പരമാത്മദർശനത്തെക്കുറിച്ച്. മനു തന്നെ പറയുന്ന ആ പരമാത്മദർശനത്തെക്കുറിച്ച് എന്താണ്? സർവഭൂതേഷു ചാത്മാനം സർവഭൂതങ്ങളിലും തന്നെ കാണുന്നു, തന്നെ അറിയുന്നു. സർവഭൂതാനി ചാത്മനി സർവഭൂതങ്ങളെയും തന്നിൽ അറിയുന്നു. സംപശ്യൻ അങ്ങനെ കാണുന്നവൻ, സമീകായി പശ കാണുന്നവൻ ആത്മയാജി വൈ അവനാണ് ആത്മയാജി. സ്വരാജ്യം മുക്തി സസ്രവമായ മുക്തി അധികച്ചതി പ്രാപ്നോതി എന്ന് മനു പറയുന്നുണ്ട്. അത് പരമാത്മ ദർശനത്തെ സംബന്ധിച്ചാണ്. അഥവാ ഭൂതപൂർവത്തെ അല്ലെങ്കിൽ വേറെ അർത്ഥത്തിനോട് എന്താണോ എന്നും പറഞ്ഞതുപോലെ അവൻ ആത്മഭാവനയോടെ പരമാത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നു, കർമ്മയോഗി അങ്ങനെയെടുക്കാം. എന്തായാലും അവൻ കേവല കർമ്മിയേക്കാൾ ശ്രേഷ്ഠമാണ്, കാമനയോടുകൂടി കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇത് രണ്ടെടുത്താണ്. ആത്മയാജ്യ ആത്മസംസ്കാരാർത്ഥം നിത്യാനി കർമാണി കരോതി. ഇതം മേ അനേനംഗം സംസ്കൃത ഇത് ശ്രുതേഹേ. ഇതം അംഗം മേ ഇതമംഗം എന്റെ ഈ അംഗത്തെ അനേന ഈ കർമ്മത്തിലൂടെ സംസ്കൃതിയെ ഞാൻ സംസ്കരിക്കുന്നു. അതാണ് ആത്മയാജി, നിഷ്കാമകർമ്മ. ആത്മസംസ്കാരാർത്ഥം സ്വസംസ്കാരത്തിനു വേണ്ടി തന്റെ ചിത്തത്തിന്റെ സംസ്കാരത്തിനു വേണ്ടി നിത്യാനി കർമാണി നിത്യകർമ്മങ്ങളെ അവ അനുഷ്ഠിക്കുന്നു. അങ്ങനെ ചെയ്യാം. ആത്മസംസ്കാരത്തിനു വേണ്ടി നിത്യകർമ്മം ചെയ്യാം. അവിടെ തന്നിൽ അശുദ്ധി ബോധ്യപ്പെട്ടാൽ അത് പരിഹരിക്കുന്നതിനുള്ള ഉപായങ്ങൾ വേണമല്ലോ. ആ ഉപായം എന്നുള്ള നിലയ്ക്ക് നിത്യകർമ്മങ്ങളെ ചെയ്യാം. ആത്മയാജി. തഥാ ഗാർഭൈ ഹോമേർ ഇത്യാദി പ്രകരണ കാര്യകരണ സംസ്കാരാർത്ഥത്വം നിത്യാനം കർമ്മണാം ദർശനം. ഇത് ഗാർഭൈ ഹോമൈ ഇത് മനുസ്മൃതിയാണ്. അവിടെ പറയുന്നുണ്ട് ഗാർഭഹോമം, അതായത് ഒരു ജീവന്റെ ജന്മം മുതൽ അവന്റെ സംസ്കാരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗർഭാധാനം എന്ന് പറയുന്ന മന്ത്രപൂർവകമായ ഗർഭാധാനം എന്നുള്ള കർമ്മത്തില് ആ കാമദോഷങ്ങളുണ്ടാകുന്ന സംസ്കാരത്തെ, ആ ദോഷത്തെ സംസ്കരിക്കുന്നു, ആ ജീവനിൽ സംസ്കരിക്കുന്നു. മാതാപിതാക്കന്മാർ ജാതകർമ്മം, ജനിക്കുന്ന ശിശുവിന് മന്ത്രോച്ചാരണത്തോടുകൂടി സർപ്പിസ് ആ ശിശുവിന്റെ നാക്കിൽ പുരട്ടുന്നു. അത് സംസ്കാരമാണ്. ഗർഭദോഷം, ഗർഭാശയത്തിൽ വസിച്ച ദോഷം, അത്തരം ദോഷങ്ങൾ മാറ്റാൻ വേണ്ടി. പിന്നെ ചൗള കർമ്മം, ചൂടാകരണം, അത് ഉപനയനകർമ്മം, അത് ബാഹ്യമായും ആന്തരികമായും ബാല്യത്തിലെ മലമൂത്രാദി വിസർജനത്തിലുള്ള ശയനം, അങ്ങനെ വരുന്ന ദോഷങ്ങൾ, ശാരീരികവും മാനസികവുമായി വരുന്ന അഭക്ഷ്യഭക്ഷ്യം തുടങ്ങിയ ദോഷങ്ങളൊക്കെ ശിശുക്കൾക്കും വരാം. ഭക്ഷിക്കാൻ പാടില്ലാത്തൊക്കെ അപ്പം അവൻ ഭക്ഷിച്ചെന്നിരിക്കും. ഇത്തരം ദോഷങ്ങളെല്ലാം പരിഹരിക്കുന്നു ചൗടാകർമ്മം. ഇത്തരം കർമ്മങ്ങളിലൂടെ എല്ലാം ആത്മസംസ്കാരം, ജീവന്റെ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. സ്വയമോ മറ്റുള്ളവർ മുഖാന്തരമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിത്യകർമ്മത്തിൽപ്പെടുന്നതാണ്. ഈ സംസ്കാരങ്ങളെല്ലാം ആ ജീവനെ സംബന്ധിച്ച് നിത്യകർമ്മത്തിൽപ്പെടുന്നതാണ്. അത് താൻ ചെയ്തില്ലെങ്കിലും മറ്റൊരാൾ തനിക്ക് വേണ്ടി ചെയ്താലും. അങ്ങനെയാണല്ലോ സാധാരണ വൈദികനാണല്ലോ
യജമാനു വേണ്ടി കർമ്മം ചെയ്യുന്നു. അതുപോലെ ശിശുവിന് വേണ്ടി മാതാപിതാക്കൾ കർമ്മം ചെയ്യുന്നു. അതും അവനെ സംബന്ധിച്ച് നിത്യകർമ്മമാണ്, മറ്റുള്ളവർ ചെയ്താൽ. ഇതെല്ലാം സ്വസംസ്കാരത്തിന് വേണ്ടി ഉപകരിക്കുന്നു. അങ്ങനെ കാര്യകരണ സംസ്കാരാർത്ഥത്വം, കാര്യമായ ശരീരം, കർണമായ മനസ്സ്, ഇതിന്റെ എല്ലാം സംസ്കാരത്തിന് വേണ്ടി നിത്യകർമ്മങ്ങൾ. അത് ശ്രുതി എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതം അംഗം, ഇതം മേ അംഗം, എന്റെ ഈ അംഗം, എന്റെ ഈ മനസ്സ്, അനേന സംസ്ക്രിയതേ, എന്റെ ഈ ശരീരം ഇതുകൊണ്ട് സംസ്കരിക്കപ്പെടുന്നു എന്നുള്ള ഭാവനയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നു, നിത്യകർമ്മങ്ങളെ ചെയ്യുന്നു. അത് ആത്മയാജിക്ക് അങ്ങനെ ഒരർത്ഥം പറയാം. ആത്മസംസ്കാരാർത്ഥം കർമ്മം ചെയ്യുന്നവൻ. ആത്മനിഷ്ഠനെ ആത്മയാജി എന്ന് പറയാം. ആത്മബോധത്തോടുകൂടിയിരിക്കുന്നവൻ. രണ്ടും പറയാം. സംസ്കൃതശ്ചാത്മയാജിത്തെ കർമ്മഭി സമദ്രഷ്ടും സമർത്ഥഭൂതി. അങ്ങനെ സംസ്കരിക്കപ്പെട്ടവനായ ആത്മയാജി, അതായത് ഭൂതപൂർവഗതി എന്ന് പറഞ്ഞു. പിന്നീട് അവൻ സ്വബോധത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നു, ആത്മശുദ്ധിക്ക് വേണ്ടി. അവൻ അങ്ങനെ സംസ്കരിച്ച് അവനെന്ത് ചെയ്യുന്നു? സമം ദ്രഷ്ടം സമർത്ഥഭൂതി. അവസാനം അവൻ ആത്മബോധത്തിന് സമർത്ഥനായിത്തീരുന്നു. സമദൃഷ്ടിക്ക്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം എന്നെല്ലാം പറയുന്ന ആ സമദർശനത്തിന് അവൻ യോഗ്യനായിത്തീരുന്നു. തസ്സീഹവ ജന്മാന്തരേവ സമ ആത്മദർശനം ഉത്പദ്യതേ പറയുന്നു. അവന്, അങ്ങനെയുള്ളവന് ഇഹ ഈ ജന്മത്തിൽ, ഇത്തരം സംസ്കാരം കൊണ്ടൊരുവൻ ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല. സംസ്കാരം പൂർത്തിയായില്ല, ശ്രവണാദികൾക്കുള്ള സൗകര്യം, അവസരം ഉണ്ടായില്ല. ഇനി പിന്നെ എങ്ങനെയാണ്? അതുണ്ടായാൽ ഇഹ ഈ ജന്മത്തിൽ, അല്ലെങ്കിൽ ജന്മാന്തരേവ മറ്റൊരു ജന്മത്തിൽ, ഏതെങ്കിലും ഒരു ജന്മത്തിൽ സമ ആത്മദർശനം ഉത്പദ്യതേ, ആത്മദർശനം സംഭവിക്കാം. അപ്പോൾ ആ ഗർഭത്തിൽ തുടങ്ങുന്ന ആ സംസ്കാരം മരണം വരെ തുടരുന്നു. ഇത് പറയുന്നത് ഇതാണ് ആ വൈദികരെ ഉദ്ദേശിച്ച പറയുന്നത്. ആ സംസ്കാരം ചിലപ്പോൾ ഫലവത്താകും ഈ ജന്മത്തിൽ, ചിലപ്പോൾ ജന്മാന്തരങ്ങളിൽ അത് ഫലവത്താകും. അവിടെ പിന്നെ ഈ സംസ്കാരത്തിൽ നിന്ന് ആവശ്യം ഉണ്ടായെന്ന് വരില്ല. അവിടെ ആത്മദർശനം, ആത്മബോധം ഉണ്ടാകുന്നു. അപ്പൊ ഇത് ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബോധം മാനജന്യമാണ്, പ്രമാണജന്യമാണ്. അതാ പറയുന്നു. സമം പശ്യൻ സ്വരാജ്യം അധികച്ചതി ഇത്യർത്ഥം. അപ്പോൾ അവിടെ മനു പറഞ്ഞിരിക്കുന്നത് സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി സമ്പശ്യൻ ആത്മയാജി വൈ സ്വരാജ്യം അധികച്ചതി. അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. സമം പശ്യൻ, ആത്മബോധം കൊണ്ട് ആണ്, ജ്ഞാനം കൊണ്ട് മുക്തി, ആത്മബോധം കൊണ്ട് മുക്തി, സ്വരാജ്യത്തെ, സ്വസ്വരൂപത്തെ അവൻ പ്രാപിക്കുന്നു. ആത്മയാജി ശബ്ദസ്തു ഭൂതപൂർവഗത്യ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആത്മയാജി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവാർത്ഥത്തിൽ. അതായത് ഏതൊരു കാലത്തിലാണോ അവൻ ആത്മശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത്, അതും അവിടെയും അവൻ ആത്മയാജിയാണ്. എന്തുകൊണ്ട്? ആ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോഴും അവൻ ആത്മഭാവനയുണ്ട്, കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോഴും അവന് ഈശ്വരഭാവനയുണ്ട്. അവന ആത്മയാഗം ആണ് അവൻ അനുഷ്ഠിക്കുന്നത്. ആത്മയാഗി എന്ന് വെച്ചാൽ ആത്മയാഗം അനുഷ്ഠിക്കുന്നു. ഇനി ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ അവന് ആത്മബോധമുണ്ടായി, അപ്പോഴും അവന് ആത്മയാജിയാണ്. രണ്ടർത്ഥത്തിൽ കൊടുക്കാം. മഹായജ്ഞേശ്ച ബ്രാഹ്മീയം ക്രിയതേ തനു പറയുന്നു.
മഹായജ്ഞങ്ങളെ കൊണ്ട്, നിത്യകർമ്മങ്ങളെ കൊണ്ട് എന്നർത്ഥം. ഇയം തനുഹു ബ്രാഹ്മീക്രിയത, ഈ ശരീരത്തിന്, ഈ മനസ്സിനെ, ഈ കർണങ്ങളെ അവിദ്യയ്ക്ക് പാത്രമാക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം സാർത്ഥകമാണ്. മന്ത്രവും ജപവും യോഗവും സമാധിയും പ്രാർത്ഥനയും ഭജനയും എല്ലാം സാർത്ഥകമാണ്. പക്ഷെ യന്തനു ബ്രാഹ്മീക്രിയതേ, ഇതിനെ ബ്രഹ്മവിദ്യയ്ക്ക് പാത്രമാക്കുന്നതിന് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നേരത്തെ പറഞ്ഞ പരമ്പരയാ, പാരമ്പര്യ ഉപയോഗിയാണ് ഇതെന്ന് പറഞ്ഞു. അല്ലാതെ നേരിട്ട് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇത് തമ്മിൽ വൈരുദ്ധ്യം കണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അദ്വൈത പലയിടത്തും മുമുക്ഷുവും മുക്തനാണെന്ന് പറയുന്നു. മുമുക്ഷുവിനെ മുക്തനെന്ന് പറയുന്നതുകൊണ്ട് അവൻ ആത്മയാജിയാണ്. ആത്മശുദ്ധിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നവനാണ്. ആത്മബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നൂടെ ചേർക്കുന്നു. വിദ്യയാ, ആത്മബോധത്തോടുകൂടി ആത്മശുദ്ധിക്ക് പ്രവർത്തിക്കുന്നു, എന്നുവെച്ചാൽ മനഃശുദ്ധിക്ക് പ്രവർത്തിക്കുന്നു. ഒരുത്തൻ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ആത്മശുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. അവൻ ആത്മബോധത്തോടുകൂടിയിരിക്കുന്നു. ആത്മബോധത്തിനുള്ള ശുദ്ധിയെല്ലാം ലഭിച്ചു കഴിഞ്ഞു. അത് ഈ ജന്മത്തിലാണെങ്കിൽ പൂർവ്വജന്മത്തിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഈ ജന്മത്തിൽ തന്നെ ഈ സംസ്കാരത്തിനെല്ലാം വിധേയനാവണമെന്ന് നിയമമില്ല എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ശരി. ഈ സംസ്കാരങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ജനിക്കണ്ടേ? അത് ഉണ്ടാകാറില്ലല്ലോ, ഇല്ല. പക്ഷെ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ജനിക്കാത്തവർക്കും ആത്മജിജ്ഞാസയും ആത്മബോധവും കാണുന്നുണ്ട്. അപ്പം അവിടെ ജന്മാന്തരവ്രതം എന്ന് സ്വീകരിക്കേണ്ടി വരും. അതിലൂടെയും പറയുന്നു. ജ്ഞാനയുക്താനാം നിത്യാനം കർമ്മ ജ്ഞാനോത്പത്തി സാധനത്വ പ്രദർശനാർത്ഥം. ജ്ഞാനയുക്തമായ നിത്യകർമ്മം എന്ന് വെച്ചാൽ ഉപാസനായുക്തമായ നിത്യകർമ്മങ്ങൾ. ജ്ഞാനോത്പത്തി സാധനം, അതാണ് ജ്ഞാനത്തിന്റെ ഉത്പത്തിക്കാണത് ഉപായം. ജ്ഞാനം ഉണ്ടാകുന്നതിന് അതൊക്കെ ആവശ്യമാണ്. ജ്ഞാനം ഉണ്ടായാലല്ലേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഉപദേശശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടായാൽ, പക്ഷെ ഉണ്ടാകണ്ടേ? ഉണ്ടാകുന്നതിന് വേണ്ടി ഉള്ള യോഗ്യത, അതാണ് ജ്ഞാന ഉത്പത്തി സാധനം. അതിന് ഉപാസന സഹിതമായ നിത്യകർമ്മങ്ങൾ എന്നൊരു കർമ്മയോഗം അതാവശ്യമാണ്. കർമ്മയോഗം ജ്ഞാനോത്പത്തിക്ക് സഹായിക്കുന്നു, ജ്ഞാനപ്രാപ്തിക്ക് സഹായിക്കുന്നു. അതേസമയം ആ ജ്ഞാനം ഏതൊരു ജ്ഞാനത്തിന്റെ ഉത്പത്തിക്കാണോ കർമ്മയോഗം സഹായിച്ചത്, ആ ജ്ഞാനം അത് കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല, അത് സ്വതന്ത്രമാണ്. അത് നിലനിൽക്കുന്നതിന് ഈ കർമ്മത്തിന്റെ ആവശ്യമില്ല. അതിനെ നിലനിർത്തുന്നതിന്, ഉണ്ടാകുന്നതിനും അത് ഇതിന്റെയൊക്കെ ആവശ്യം. അതുകൊണ്ട് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായാൽ, ഉത്പന്നമായാൽ, ഒരു ശ്രോതാവിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ജ്ഞാനം പ്രകാശിച്ചാൽ പിന്നീട് അയാൾക്ക് ഈ കർമ്മങ്ങളെ കൊണ്ടോ സാധനങ്ങളെ കൊണ്ടോ യാതൊരു പ്രയോജനമില്ല. നിത്യകർമ്മങ്ങളെ കൊണ്ടോ ഉപാസനയെ കൊണ്ടോ യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ആ തത്വജ്ഞാന നിഷ്ഠയിൽ പിന്നെ കർമ്മങ്ങളും ഉപാസനയും ആവശ്യമില്ല. അതാണ് പറയുന്നത്. അവിടെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് കർമ്മം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനത്തോടുകൂടി ആയിരിക്കില്ല, ഉപാസനയോടുകൂടി ആയിരിക്കും. അവിടെ കർമ്മം നിൽക്കത്തുള്ളൂ. ജ്ഞാനത്തിൽ കർമ്മം നിൽക്കത്തില്ല, അവിടെ അതിന്റെ ആവശ്യമില്ല. അതാണ് ജ്ഞാനോത്പത്തി സാധനം എന്ന് പറഞ്ഞു.
കിഞ്ചാന്യത് ബ്രഹ്മ വിശ്വസൃജോ ധർമ്മോ മഹാനവ്യക്തമിവച ഉത്തമാം സാത്വികയും ഏതാം ഗതിം ആഹും മനീഷിണഃ. പക്ഷെ കർമ്മത്തിന് ദോഷമുണ്ട്. അത് നിഷ്കാമമായി ചെയ്താൽ മാത്രമേ ഇത്തരത്തിലത് ഞാൻ ഉത്പത്തിക്ക് സഹായിക്കും. മറിച്ചാണെങ്കിലോ ദേവതാപ്രാപ്തി, ബ്രഹ്മാവിനെ പ്രാപിക്കുന്നു, വിശ്വസൃക്കുകളെ പ്രാപിക്കുന്നു. മരീച്യാദി ലോകപാലകന്മാരെ മഹാൻ മഹത്വത്വം അവ്യക്തത്വം ഇതിനെയൊക്കെ പ്രാപിക്കുന്നു. ചിലറിയ മഹത്വത്വം അവ്യക്ത തത്വത്തിലേക്ക് അധിഷ്ഠാന ദേവതകളെ പ്രാപിക്കുന്നു. എന്തായാലും ഒക്കെ ദേവതകളെ കുറിച്ച് പറയുന്നു. ഉത്തമാം സാത്വികയും ഏതാം ഗതിയും, സാത്വികമായ ഉത്തമമായ ഈ ഗതിയെ പ്രാപിക്കുന്നു. ഇത് ദേവസാഷ്ടി വ്യതിരിക്കുന്നു. ഇവിടെ എന്താണ്? ബ്രഹ്മാവ്, വിശ്വസൃക്, മരീച്യാദി, ധർമ്മം, യമൻ തുടങ്ങിയ ദേവതാസാഷ്ടി, ദേവതാസാരൂപ്യത്തെ പ്രാപിക്കുന്നു. പിന്നെ മഹാൻ അവ്യക്തമേവ ഭൂതാപ്യത്തെ പ്രാപിക്കുന്നു, ഭൂതലയത്തെ പ്രാപിക്കുന്നു. മോക്ഷമല്ലെന്നർത്ഥം. ഭൂതാന്യപ്യേതി പഞ്ചവൈ, ഭൂതാന്യത്യേതി ഇത് പാഠമേ കുറുവന്തി തേഷാം വേദ വിഷയ പരിച്ഛിന്ന ബുദ്ധിത്വ ദോഷം. ഭൂതാൻ അപ്യേതി, അപ്യേതി എന്നല്ല, അപ്യേതി പഞ്ചം, ഇവരെല്ലാം ഭൂതത്തെ പ്രാപിക്കുന്നു. ഭൂതലയം എന്ന് പറയുന്നത് അത് പ്രാപിക്കുന്നു. ഇവിടെ ചിലർ ഭൂതാൻ അത്യതി എന്ന് പറയുന്നുണ്ട്, പാഠത്തെ സ്വീകരിക്കുന്നു, ഭൂതത്തെ അതിക്രമിക്കുന്നു. അതൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ പറയുന്നവർക്ക് വേദ താല്പര്യം അറിയാത്തതുകൊണ്ടാണ്. തേഷാം വേദവിഷയ പരിച്ഛിന്ന ബുദ്ധിത്വം, അത് പക്ഷെ വേദം എന്താണെന്ന് അവർക്കറിയത്തില്ല. വേദം എന്തെന്നറിയാമെന്ന് പറയുന്നു. എന്താണ് അവർ ഇതിനെ പ്രാപിക്കുന്നത്? അവിടെ എവിടെയാണ് മുക്തി? തന്നിൽ നിന്ന് അന്യമായ ഒരു ദേവതയെ പ്രാപിച്ച് എങ്ങനെയാണ് മുക്തി വരുന്നത്? തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാതെ തന്നിൽ നിന്ന് അന്യമായ ഒരു ദേവതയെ പ്രാപിക്കുന്നു. ഒരാൾ പറയുന്നു, ഞാൻ മരിച്ചതിന് ശേഷം ഇന്ന ദേവതയെ പ്രാപിക്കും, ഇന്ന ദൈവത്തെ പ്രാപിക്കും. മരണശേഷമല്ലേ? അല്ല, ഇനി ജീവിച്ചിരുന്നപ്പോഴായാലും ശരി, ഇവിടെ നിന്ന് രഥത്തിൽ കയറിപ്പോയി ഒരു ദേവതയെ പ്രാപിച്ചെന്ന് വിചാരിച്ചൊരു കാര്യമില്ല. അന്യമായതിനെ പ്രാപിച്ച അത് മുക്തിയല്ല. താൻ ചെയ്ത പുണ്യത്തിന്റെ ഫലം. അത് കഴിയുമ്പോൾ രഥവുമായിട്ട് തിരിച്ചു വരേണ്ടി വരും. ദേവതകളുടെ രഥത്തിൽ കയറ്റി തിരിച്ചുവിടും. എന്റെ ജോലി കഴിഞ്ഞു ഇവിടെ, അതങ്ങനെ മുക്തിയാകും. പക്ഷെ നമ്മളങ്ങനെ പറയും, ഇന്ന ഭക്തനുണ്ടായിരുന്നു, അവസാനം രഥം വന്നു, രഥത്തിൽ കയറിപ്പോയി. തൽക്കാലം രഥത്തിൽ കയറിയത് ഒരു നേട്ടം തന്നെയാണ്, സംശയമില്ല. എന്തായാലും രഥത്തിൽ കയറിയാണല്ലോ പോയത്. റിട്ടേൺ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. തിരിച്ചു വന്നേ പറ്റൂ, രഥത്തിൽ കയറി പോയതുകൊണ്ട്. അത് മോക്ഷമാണെന്ന് പറയുകയാണെങ്കിൽ അത്യരീതി പാഠമേകുന്നു തേഷാം വേദ വിഷയം പരിച്ഛിന്ന. അവരുടെ ബുദ്ധി വളരെ പരിച്ഛിന്നമാണ്. അവർ ഇവിടെ വിട്ടൊന്നും പോയിട്ടില്ല. അവർ വാസ്തവത്തിലുള്ള മുക്തിയെ പ്രാപിച്ചിട്ടില്ല. അവർ മുക്തന്മാരല്ല, കൽപ്പനയാണ് മുക്തരായെന്ന്. അവർ തിരിച്ചു വരേണ്ടി വരും. അർത്ഥവാദത്വം, ഇതൊക്കെ വെറും അർത്ഥവാദങ്ങൾ സ്ഥിതിപരമായി പറയുന്നതാണ്. ഇങ്ങനെ ദേവതയെ പ്രാപിക്കുന്നു, ഇതൊക്കെ അസംബന്ധമാണെന്ന് പറഞ്ഞാലോ അധ്യായസ്യ ബ്രഹ്മാന്തകർമ്മ വിഭാഗാർത്ഥസ്യ തദ്വരിക്താത്മജ്ഞാനാർത്ഥസ്യ ക്രമകണ്ഡോപനിഷദ്ഭ്യാം തുല്യാർത്ഥത്വ ദർശന. നിവൃത്തം സേവമാനസ്തു ഭൂതാന്യപ്യേതി പഞ്ചവൈ പ്രവൃത്തം കർമ്മ സംസേവ്യ ദേവാനാമേതി സാഷ്ഠിത. ഇവിടെ ദേവതാ പ്രാപ്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഭൂതലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ വെറും അർത്ഥവാദം. ഇതിലൊന്നും അർത്ഥമുള്ള കാര്യങ്ങളില്ല എന്ന് പറഞ്ഞാലോ. ഇപ്പൊ എവിടെ പറഞ്ഞിരിക്കുന്നത്? മനുസ്മൃതിയിലാണ് പറയുന്നതല്ല. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, എന്താണ്?
കർമ്മകാണ്ഡ ഉപനിഷദ്ഭ്യാം തുല്യാർത്ഥത്വ ദർശനമാണ്. ഇതിന് കർമ്മകാണ്ഡത്തിനും ഉപനിഷത്തിനും തുല്യമായ സ്ഥാനമാണുള്ളത്. മനുസ്മൃതിക്ക് തുല്യാർത്ഥമാണ്. എന്നുവെച്ചാൽ കർമ്മകാണ്ഡവും ഉപനിഷത്തും എങ്ങനെയാണോ പ്രാമാണികമായിരിക്കുന്നത് വൈദികന്മാർക്ക്, അതുപോലെ പ്രാമാണികമാണ് മനുസ്മൃതി എന്നാണ്. ഇതാണ് ശങ്കരാചാര്യ പലരും വിമർശിക്കുന്നത്. അപ്പോൾ അത് തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുസ്മൃതിയിൽ എഴുതി വച്ചിരിക്കുന്ന സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത എല്ലാ അസംബന്ധങ്ങൾക്കും പ്രാമാണികത വരും. എന്നുവെച്ചാൽ ആ അസംബന്ധങ്ങളെല്ലാം മനുഷ്യരെല്ലാം അനുഷ്ഠിക്കേണ്ടതാണെന്ന് വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തിൽ നിന്ന് ആചാര്യനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്ത് പറയണം? ഇന്ന് നിങ്ങൾ കാണുന്ന ദോഷങ്ങളൊന്നും അന്നത്തെ മനുസ്മൃതി ഉണ്ടായിരുന്നില്ല. ഇത്തരം ദോഷങ്ങളൊന്നും ഇല്ലാത്ത ശാന്തസുന്ദരമായൊരു മനുസ്മൃതിയെക്കുറിച്ചാണ് ഭാഷ്യകാരൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ല, ഇന്ന് എഴുതിയിരിക്കുന്ന അസംബന്ധങ്ങളെല്ലാം ഉള്ള ഒരു മനുസ്മൃതിയാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു ബുദ്ധിവ്യായാമം കൊണ്ടും രക്ഷപ്പെടുത്താൻ ഒക്കത്തില്ല. കാരണം സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ച മനുസ്മൃതിയാണ് ഇന്ന് കിട്ടുന്നത്. അതിന് കർമ്മകാണ്ഡത്തിനും ഉപനിഷത്തിനും തുല്യ പ്രാമാണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അബദ്ധമാണ്. അല്ല, അതല്ല, അന്നത്തെ കാലത്തിന് വേണ്ടി എഴുതി വെച്ച കാര്യങ്ങളാണ്. അത് ഇന്നത്തെ കാലത്ത് അത് ഉപേക്ഷിക്കാം. മനുസ്മൃതി പ്രമാണം തന്നെ ആ കാലത്തിന് എഴുതി വെച്ചത് ആ കാലത്തിൽ മനസ്സിലാക്കുക. അത് ഈ കാലത്തില് അതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് വ്യാഖ്യാനിച്ചിട്ട് വേർക്കുന്നവരുണ്ട്. സാമൂഹ്യ നീതി നിഷേധിക്കുക എന്നൊക്കെ പറയുന്ന ഏത് കാലത്തും ഒരുപോലെ, അതിന് കാലവ്യത്യാസമൊന്നുമില്ല. നീതി നിഷേധിക്കുക എന്ന് പറയുന്നത് ഏത് കാലത്തും ഒരുപോലെ തന്നെയാണ്. ആ കാലത്ത് എഴുതിയാലും ശരി, ഈ കാലത്തേക്ക് എഴുതിയാലും ശരി, അതിൽ കാലഭേദമില്ല. സത്യം, ധർമ്മം, നീതി എന്നൊക്കെ പറയുന്നത് അത് ജീവനഹിതമായിരിക്കുന്നതായിരിക്കണം. ജീവനഹിതമായിരിക്കുന്ന ഏത് കാലത്തും അത് ഒരുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിന് തുല്യാർത്ഥത്വ ദർശനം, ഇതിന് തുല്യ പ്രാമാണ്യം കൊടുക്കുന്നത് വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ്. അത് ഒരിക്കലും അവസാനിക്കാത്ത തർക്കത്തിലേക്ക് പോകും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അർത്ഥവാദമല്ല. അതുകൊണ്ട് ബ്രഹ്മാന്ത കർമ്മവിഭാഗാർത്ഥസ്യ, ബ്രഹ്മാന്തം വരെയുള്ള കർമ്മഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ശ്രുതിയിൽ. ചാന്തോക്യത്തിനും മറ്റും പറയുന്നു. പ്രാണോപാസന കൊണ്ട് ഹിരണ്യഗർഭപ്രാപ്തി എന്നൊക്കെ പറയുന്നു. അത് ഉപാസനാഭാഗം. തദ്വ്യതിരിക്ത ആത്മജ്ഞാനാർത്ഥസ്യ, അത് പറഞ്ഞു. അവിടെ തന്നെ എന്താണ് ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. തത്വമസി അഹം ബ്രഹ്മാസ്മി. ഇതെന്താണ്? കർമ്മകാണ്ഡ ഉപനിഷദ്ഭ്യാം. ആദ്യം പറഞ്ഞ കർമ്മകാണ്ഡം, രണ്ടാമത് പറഞ്ഞ ഉപനിഷത്ത്. ഇതിന് രണ്ടിനും തുല്യാർത്ഥത്വം. ഏതിന്? അധ്യായസ്യ, അന്ന് പറഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ മനുസ്മൃതി അധ്യായം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെയുള്ള സ്മൃതികൾ ഇവിടെ ഏതൊക്കെ ബ്രഹ്മ വിശ്വസൃജോ ധർമ്മോ എന്നെല്ലാം പറഞ്ഞ സ്മൃതികൾ തുല്യാർത്ഥത്വ ദർശനം. പിന്നെ അവിടെ ഒരു കാര്യം സ്വീകരിക്കുക. എന്താണോ മനുസ്മൃതിയിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ. ഉപാസന കൊണ്ട് ഹിരണ്യഗർഭ പദവി വരെ പ്രാപിക്കുന്നു. ആത്മജ്ഞാനം മുക്തിയെ നൽകുന്നു. ഇത്രയും ഭാഗത്തിന് വേണ്ടിയാണെങ്കിൽ വിരോധമൊന്നുമില്ല. തുല്യാർത്ഥത്വം എന്ന് പറയുന്നതിന് വിരോധമൊന്നുമില്ല ഇത്രയും ഭാഗം. പക്ഷെ എന്നാലും അവിടെയൊക്കെ വരും, വിരോധമുള്ള ഭാഗങ്ങൾ വരും. പ്രയാസമാണ് അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ.
വലിയ പ്രയാസമുള്ള കാര്യമാണ്. മനുസ്മൃതിയെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വ്യാഖ്യാനിക്കേണ്ടി വരും. വ്യാഖ്യാനിച്ച് അത് എഴുതിയിരിക്കുന്നതല്ല അതിന്റെ അർത്ഥം ഒന്ന് വരുത്തി തീർക്കേണ്ടി വരും. അതിന് സംസ്കൃത പാണ്ഡിത്യം മാത്രം പോരാ, കുറച്ച് വളഞ്ഞു ബുദ്ധിയുടെ വേണം, എന്നാലേ പറ്റും. എന്തായാലും അതാണ് കർമ്മം, ഉപാസന, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്ന് അവസാനം വർണ്ണവ്യവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചാടും. അതിലേക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. തത്വചിന്തയെ വിട്ടു വന്നു കഴിഞ്ഞോ ശങ്കരാചാര്യ ചെന്ന് കുഴപ്പത്തിൽ ചാടും. പിന്നെ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. തത്വചിന്തയിൽ നിന്നോ പ്രശ്നമൊന്നുമില്ല, ഒരു പരക്കും കൂടാതെ രക്ഷപ്പെടാം. അതിന് വ്യാഖ്യാതാക്കളെല്ലാം അത്തരം കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്, മനുസ്മൃതി ഉദ്ധരിച്ചിട്ട്. അതിനെയൊക്കെ സമർത്ഥിക്കുന്നുണ്ട്. വിഹിത അകരണ പ്രതിഷിദ്ധ കർമ്മണാഞ്ച അസ്ഥാപര സൂകരാദി ഫലദർശന. വിഹിതം ചെയ്യുന്നവൻ വിഹിതമായത് ചെയ്യാതിരിക്കുക, പ്രതിഷിദ്ധം ചെയ്യുക, അങ്ങനെയുള്ളവർ സ്ഥാവര സൂകര അതി ഫലദർശന. അവര് സ്ഥാവര യോനികളിൽ ജനിക്കുന്നു, അത് ശരി, കുഴപ്പമില്ല. പിന്നെ സൂകര, നായായി ജനിക്കുന്നു, പന്നിയായി ജനിക്കുന്നു. ആദിഫലദർശന എന്ന് പറയുന്നിടത്ത് വീണ്ടും മനുസ്മൃതി അനുസരിച്ച് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കും. എങ്ങനെ? സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ ചില പ്രത്യേക വിഭാഗങ്ങളിൽ ജനിക്കുമെന്നും മറ്റു ചില പ്രത്യേക മനുഷ്യ സമൂഹങ്ങളിൽ ജനിക്കുന്നവരെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തവരാണ്, അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് മനുസ്മൃതി പിടിച്ചുകൊണ്ട് ഇവിടെ വ്യാഖ്യാതാക്കൾ ചെയ്യുന്നത്. അതായത് ഒരു വർഗത്തിൽ ജനിച്ചിരിക്കുന്നവരെല്ലാം സത്കർമ്മം ചെയ്തവർ, മറ്റൊരു വർഗത്തിൽ ജനിച്ചിരിക്കുന്നവരെല്ലാം ദുഷ്കർമ്മം ചെയ്തവർ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമാണ്. പൂർവ്വജന്മത്തിൽ ചെയ്തവരാണ്. അപ്പോൾ ഒരു വർഗത്തിൽ നല്ലവർ മാത്രമേ കാണൂ, മറ്റൊരു വർഗത്തിൽ ദുഷ്ടന്മാർ മാത്രമേ കാണുന്നു വരും. അങ്ങനെ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ പുനർജന്മം, കർമ്മഫലം, അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. വാന്ത ആശയാദി പ്രേതദർശന. പിന്നെ പ്രേതങ്ങളായി ജനിക്കുന്നു. പ്രേതത്തെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നത് പ്രേതം. അതിനുള്ള യുക്തിയൊക്കെ വളരെ ദുർബലമാണ്. യുക്തി എന്ന് പറയുന്നത് ചില ജീവൻ മനുഷ്യരെ തന്നെ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്നുണ്ടെന്ന്, അത് അയാളുടെ ഉള്ളിൽ പ്രേതം കൂടിയിട്ടാണെന്നാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് പ്രേതബാധ കൊണ്ടാണെന്നാണ് ഉള്ളിൽ. അതിന് ഇവിടെ പറയുന്നുണ്ട്, ചില സ്ത്രീകൾ വേദം ചൊല്ലുന്നുണ്ടെന്ന്, അത് പ്രേതം കൂടിയിട്ടാണ്. ചില ശൂദ്രന്മാര് വേദം ചൊല്ലുന്നത് പ്രേതം കൂടിയിട്ടാണെന്നാണ് അതവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല. ശ്രീ ശൂദ്രാദീനാം വേദോച്ചാരണ ദർശനം. പ്രേതം കൂടാതെ ഒരിക്കലും. ഏത് പ്രേതം? ബ്രാഹ്മണന്റെ പ്രേതം ഇവന് കയറി, സ്ത്രീ കയറി. അതുകൊണ്ടാണ് സ്ത്രീ വേദം ചൊല്ലുന്നത്. എത്ര തമാശയാണ്. ശൂദ്രൻ വേദം ചൊല്ലുന്നത് ബ്രാഹ്മണന്റെ പ്രേതം ഉള്ളിൽ കയറിയാലേ പറ്റും. അല്ലെങ്കിൽ ശൂദ്രന് വേദം ചൊല്ലാൻ ഒക്കത്തില്ല. എന്നാലും അങ്ങനെ ചൊല്ലുമ്പോൾ നാക്കറക്കത്തില്ല. കാരണം ബ്രാഹ്മണന്റെ പ്രേതമല്ലേ ഉള്ളിയിരിക്കുന്നു. അടുത്ത ബ്രാഹ്മണനും അത് ബാധിക്കും. ഇങ്ങനെയുള്ള വലിയ തമാശകളും
ഇത്രയും വലിയ ബുദ്ധിമാന്മാർ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോ പുനർജന്മത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പഠിതങ്ങൾ എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണ്?